بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين من أحب أن يبسط له في رزقه وإن سأله في أصله فليصل رحمه صدق شفيعنا رسول الله صلى الله عليه وسلم أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, മുതഅല്ലിമുകളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ബഹുമാനങ്ങളും സ്ഥാനമാനങ്ങളും അല്ലാഹു നൽകിയ സയ്യിദ് ഇസ്മായിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസിനോടനുബന്ധിച്ചാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൂടുതലായി ദീനീയ ഇൽമ് സ്വീകരിക്കുകയും ദീനിൻ്റെ അറിവിന് പ്രചോദനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സൗകര്യങ്ങളും സംവിധാനങ്ങളും കുറഞ്ഞ കാലത്ത് ഇൽമിന് വലിയ സ്ഥാനമായിരുന്നു. പഴയ കാലത്ത്
വഅള് പറയാനും കേൾക്കാനും ഇത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് നാട്ടിലേതെങ്കിലും രോഗികളായി കഴിയുന്ന ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും ഇൽമ് പഠിക്കുന്നതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ച് 40 ദിവസവും 30 ദിവസവും ഒക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് സ്വീകരിക്കാൻ വലിയ സന്നദ്ധതയോടെ എത്തുമായിരുന്നു. ഇൽമിനോടുള്ള താൽപര്യവും ബഹുമാനവും കുറയാതെ കാത്തു സൂക്ഷിക്കുകയും ഓരോ ദിവസവും കണ്ട് നമുക്ക് ഓരോരുത്തർക്കും വർദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇൽമ്. എല്ലാ ദിവസവും വർധനവുണ്ടാകേണ്ട ഒന്ന് അറിവാണ്. അറിവ് വർദ്ധിക്കാനാണല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ദുആർക്കാൻ പറഞ്ഞത്, റബ്ബി സിദ്നി ഇൽമ. എത്ര വലിയ അറിവാണ് തങ്ങൾക്ക് അല്ലാഹു നൽകിയത്. ലോകത്ത് ഒരാൾക്കും നൽകിയിട്ടില്ലാത്ത അത്രയും അറിവ് അല്ലാഹു നൽകിയിട്ടും വീണ്ടും അല്ലാഹു തആല പറഞ്ഞു വഖുർ റബ്ബി സിദ്നി ഇൽമ. തങ്ങൾ പറയണം റബ്ബി സിദ്നി ഇൽമ എന്ന് പറയണം. അറിവിന്റെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്താനും നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ അറിവുകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾ പൂർണ്ണമായും കുറ്റമറ്റ രീതിയിലായി തീരാൻ, പൂർണ്ണമായും ഇഖ്ലാസോടുകൂടെ ആയിത്തീരാൻ നമുക്ക് വേണ്ടത് ഇൽമാണ്. അത് ചെറിയതാണെങ്കിലും വലുതാണെങ്കിലൊക്കെ അല്ലാഹുവിങ്കൽ സ്വീകരിക്കണമെങ്കിൽ അതിനൊറ്റ നിബന്ധനയാണ്, അത് പൂർണ്ണ ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. കഷ്ടപ്പാട് അല്ലാഹു തആല സ്വീകരിക്കുന്നതിന്റെ ഒരു മാനദണ്ഡം അല്ല. കുറെ ഒരാൾ അധ്വാനിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്തത് എന്നതുകൊണ്ട് മാത്രം അല്ലാഹു സ്വീകരിക്കണമെന്നില്ല. അങ്ങനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഏറ്റവും അധികം സ്വീകരിക്കേണ്ടത് സ്വഹാബിമാരുടെ ഹിജ്റയാണ്. അത്ര വലിയ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു സംഗതി പിന്നീട് ഉണ്ടായിട്ടില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം വളരെ ദുരിതപൂർണമായ രീതിയിലായിരുന്നു. ഭക്ഷണങ്ങളും മറ്റും ഒന്നും ലഭിക്കാതെ ദിവസങ്ങളോളം പോകുന്ന വഴിയിൽ തമ്പടിച്ചവർ ആ കൂട്ടത്തിലുണ്ട്. കാരക്കയും വെള്ളവും മാത്രമായി ദിവസങ്ങളോളം നടന്നും വാഹനത്തിലും യാത്ര ചെയ്ത് മദീനയിലെത്തിയവരുണ്ട്. അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത് മൻകാനത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും മാത്രം ലക്ഷ്യമാക്കിയുള്ള ഹിജ്റയാണെങ്കിൽ അത് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ഹിജ്റയായിട്ട് തന്നെ അതിന് പരിഗണിക്കപ്പെടുകയും ഫലം ലഭിക്കുകയും ചെയ്യും. അതേ സമയത്ത് ലക്ഷ്യം ഒന്ന് മാറിയാൽ, ലക്ഷ്യത്തിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒന്ന് വന്നാൽ സ്വീകരിക്കപ്പെടുകയില്ല. പൂർണ്ണാർത്ഥത്തിൽ അതിന് സ്വീകാര്യത ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ അമലുകളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു തആല സ്വീകരിക്കുന്ന വിധത്തിലാകാൻ, കുറ്റമറ്റ രീതിയിലാകണം ചെയ്യുന്ന കർമ്മങ്ങൾ. അതിന് വേണ്ട മാധ്യമം ഇൽമാണ്. ഇൽമ് സ്വീകരിക്കുന്നതിന് പ്രായം വിശുദ്ധ ഇസ്ലാം കണക്കാക്കിയിട്ടില്ല. എല്ലാ ദിവസവും അറിവ് സ്വീകരിക്കാൻ മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ ധാരാളമാണ്. പക്ഷെ നമുക്കതിന് സന്നദ്ധത കൂടി വരണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് അല്ലാഹു ഏറ്റി തെരുമാറാകട്ടെ. അല്ലാഹുവിനോടുള്ള ഇൽമ് എത്രമാത്രം നമ്മിലുണ്ടോ അതിനനുസരിച്ചാണ് അല്ലാഹുവിനോടുള്ള ഭക്തി നമുക്ക് വർദ്ധിക്കുന്നത്. ഇൽമു കൂടുതലാകുമ്പോൾ അല്ലാഹുവിനോടുള്ള ഖൗഫും കൂടുതലാകും. ഉലമാഇന് പ്രത്യേകം അല്ലാഹു തആലാനെ പേടിയാണ് എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം അവരുടെ ഇൽമാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയക്കുന്നത് അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് ഉലമാ മാത്രമാണ്. എന്താണ് ആ പേടിയുടെ ആധാരം?
ആ ഭക്തിയുടെ മാനദണ്ഡം ഇൽമാണ്, ശരിയായ ഇൽമ്. ദീനിനെ സംബന്ധിച്ചും ആഖിറത്തെ സംബന്ധിച്ചും ഉള്ള ഇൽമ് എത്ര കണ്ട് അധികരിക്കുന്നുവോ അത്ര കൊണ്ട് ഖൗഫ് കൂടി വരും, ഖശിയത്ത് കൂടി വരും, അള്ളാഹുവിനോടുള്ള ഭക്തി കൂടി വരും. നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത എളുപ്പമായി കിട്ടും. അല്ലാഹു തആല എല്ലാ ദിവസവും അറിവ് വർദ്ധിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് പറയാനുള്ള വിഷയം ശിഥിലമാകുന്ന പവിത്ര ബന്ധങ്ങൾ എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള സൃഷ്ടികളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ, എല്ലാ സൃഷ്ടികളെയും അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോ ആദ്യമായി അല്ലാഹു ആ സൃഷ്ടികളുടെ മുന്നിൽ ഒരു പ്രതിജ്ഞ പറഞ്ഞത് ബന്ധമാണ്, കുടുംബ ബന്ധം, മറ്റു ബന്ധങ്ങൾ. ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ, സൃഷ്ടികളെ മുന്നിൽ വെച്ച് പറഞ്ഞു, അല്ലാഹുവേ ഹാദാ മഖാമുൽ ആഇദി ബിക മിനൽ ഖതീഅ, ബന്ധവിച്ഛേദനത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സ്ഥാനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുടുംബബദ്ധത്തോട് അല്ലാഹു തആല പറഞ്ഞു, അമാ തർലൈന അൻ അസ്വില മൻ വസലകി വഅഖതഅ മൻ ഖതഅകി, നിന്നോട് ആര് ബന്ധം പുലർത്തുന്നുവോ, ബന്ധം ആര് ചേർക്കുന്നുവോ അവരോട് ഞാനും ബന്ധം പുലർത്തും. ബന്ധം ആര് മുറിക്കുന്നുവോ അവരോട് ഞാനും ബന്ധം മുറിക്കും എന്ന് കുടുംബ ബന്ധത്തോട്, ആ കുടുംബ ബന്ധം സൃഷ്ടികളെ മുന്നിൽ വെച്ച് ബന്ധം മുറിക്കുന്നതിൽ നിന്ന് കാവൽ ചോദിച്ചപ്പോ, നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല പടച്ച്, ജിന്നുകളെയും മനുഷ്യന്മാരെയും സർവ സൃഷ്ടിജാലങ്ങളെയും പടച്ച് ആ സന്ദർഭത്തിലാണ് കുടുംബ ബന്ധം എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. ബന്ധം മുറിക്കുക എന്ന് പറയുന്നത് അത് വലിയ ഒരു സംഗതിയാണ്. അതേ സമയത്ത് ബന്ധം ചേർക്കുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള വിഷയമാണ്. ബന്ധം മുറിച്ചാൽ അല്ലാഹു തആല അവരോടുള്ള ബന്ധം മുറിക്കും. അല്ലാഹു നമ്മളോടുള്ള ബന്ധം മുറിച്ചാൽ പിന്നെ നമുക്ക് എന്ത് രക്ഷയാണുള്ളത്? ദുനിയാവിൽ നമ്മൾ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകും. പക്ഷേ പരലോകത്തെത്തുന്ന സമയത്ത് നമ്മൾ ആകെ കുടുങ്ങും. ബന്ധം മുറിച്ചവർ കുടുങ്ങുന്ന ഏറ്റവും വലിയ ലോകം പരലോകമാണ്. ബന്ധം മുറിച്ചവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ? അല്ലാഹു തആലാന്റെ ഖുദ്സിയായ ഹദീസ്, മൻ വസലകി വസൽതുഹു വമൻ ഖതഅഹി ഖതഅതുഹു, കുടുംബ ബന്ധം മുറിച്ചവരോട് ഞാൻ ബന്ധം മുറിക്കും. അല്ലാഹു തആല ബന്ധം മുറിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നമുക്ക് വലിയ റഹ്മത്ത് ചെയ്യുന്നൊരു ലോകമാണ് പാരത്രിക ലോകം. ആ പാരത്രിക ലോകത്ത് അല്ലാഹു തആല ബന്ധം മുറിച്ചവരെ മാറ്റി നിർത്തും. അവര് ബന്ധം ശരിയാക്കിയെങ്കിൽ മാത്രം ബാക്കിയുള്ള അമലുകളൊക്കെ പരിഗണിക്കാം. നിസ്കാരങ്ങളുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഒരു കുറവുണ്ട്, ബന്ധം ശരിയല്ല. എങ്ങനെയാണ് ബന്ധം പുലർത്തേണ്ടത്? ബന്ധം പുലർത്തേണ്ടത് കുടുംബക്കാർക്ക് അവരുടെ അവസ്ഥ അനുസരിച്ച് നന്മ ചെയ്യണം, ഗുണം ചെയ്യണം. ഏറ്റവും അധികം കുടുംബക്കാർക്കാണ് നമ്മൾ ഗുണം ചെയ്യേണ്ടത്. കുടുംബക്കാർക്ക് ഗുണം ചെയ്യേണ്ട വിഭാഗങ്ങളെ എണ്ണി എണ്ണി അല്ലാഹു തആല പറഞ്ഞു. കുടുംബങ്ങളിൽ ഏറ്റവും ഗുണം ചെയ്യേണ്ട മാതാപിതാക്കൾ, അതുപോലെ തന്നെ മറ്റു ബന്ധുക്കൾ, ബാപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്തിലൂടെയുള്ള ബന്ധുക്കൾ, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, സഹോദരിമാർ, മക്കൾ, പേരക്കുട്ടികൾ, എളാപ്പമാര്, മൂത്തമ്മമാര്, അമ്മായിമാരടങ്ങുന്ന ഈ കുടുംബങ്ങൾക്ക് വലിയ സേവനം ചെയ്യണം, ഗുണം ചെയ്യണം. ഗുണം ചെയ്യുകയാണെങ്കിൽ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് കുടുംബക്കാരെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് വരുന്നൊരു ഹദിയ, അത് കാരക്കയാണെങ്കിലും വെള്ളമാണെങ്കിലും അതുപോലെ തന്നെ പാലാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും അതിന്റെ വിതരണം തങ്ങൾ നൽകുന്ന ശ്രേഷ്ഠ വിഭാഗം കുടുംബങ്ങളാണ്. മദീന പള്ളിയിലുള്ള സ്വഹാബത്തിനെ, അസ്ഹാബു സുഫത്തിനെ പരിഗണിക്കും. അവർക്ക് ആദ്യം കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കി തങ്ങൾ വിതരണം ചെയ്യുന്നത് അവിടുത്തെ കുടുംബങ്ങളിലേക്കാണ്. അതിലേറ്റവും ആദ്യമായി തങ്ങൾ പരിഗണിക്കുന്നത് അവിടുത്തെ മാതാക്കളെയാണ്.
തങ്ങൾക്ക് മുലയൂട്ടിയ മാതാവായ ബഹുമാനപ്പെട്ട ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹ, തങ്ങൾക്ക് ഒരുപാട് ശിക്ഷണം നൽകിയ പരിചരിച്ച ഉമ്മു ഐമൻ ബീബി റളിയല്ലാഹു അൻഹ, കുട്ടിക്കാലം മുതൽക്ക് ഒരുപാട് വർഷം ഉമ്മയെപ്പോലെ വർത്തിച്ച ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ തുടങ്ങിയ മഹദിമാരിലേക്കാണ് തങ്ങളത് വിതരണം ചെയ്യുന്നത്. നമ്മളെ നാട്ടിലൊരു സ്വഭാവമുണ്ട്, പുറത്തുള്ള ആളുകളിലേക്ക് കൊടുക്കാൻ ഒരു പക്ഷേ പലരും ഉഷാറാണ്. പക്ഷേ സ്വന്തം സഹോദരൻ, സഹോദരി, മക്കൾ, പേരമക്കൾ, ബാപ്പയുടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറവാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്, അവർക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ ബന്ധം പുലർത്തുന്നതിൻ്റെ ഒരു മാർഗം സമ്പത്ത് കഴിവിന്റെ പരമാവധി സ്വതക്ക ചെയ്യാൻ കുടുംബങ്ങളെ തെരഞ്ഞെടുക്കണം. കുടുംബങ്ങൾക്കാണ് സമ്പത്ത് സ്വതക്ക ചെയ്യാൻ ഏറ്റവും മുൻപന്തിയിൽ പരിഗണിക്കേണ്ടത്. പിന്നെ അവർക്ക് സേവനം ചെയ്യണം. ചില ആളുകൾക്ക് പലതിനും കഴിയാത്തവർ വരും, അവർക്ക് സേവനം ചെയ്തു കൊടുക്കണം. ഇടക്കിടക്ക് അവരെ സന്ദർശിക്കണം. സലാം പറഞ്ഞുകൊണ്ട് ബന്ധം ചേർക്കണം. സിലു അർഹാമക്കും വലൂ ബിസ്സലാം. എന്ത് സുഖാണ് നമ്മളീ കാലത്ത് എല്ലാ ദിവസവും കുടുംബാംഗങ്ങൾക്കൊന്ന് വിളിച്ച് സലാം പറയാൻ, ഒന്ന് അന്വേഷിക്കാൻ നല്ല സുഖല്ലേ. പഴയ കാലത്തൊക്കെ സലാം പറയണമെങ്കിൽ അങ്ങോട്ട് പോകണം. ഇപ്പൊ സലാം പറയാൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്പർ നെക്കിയിട്ടൊന്ന് അമർത്തിയിട്ട് സലാം അലൈക്കും, എന്തൊക്കെ വിശേഷം, റാഹത്തല്ലേ എന്ന് ചോദിച്ചാൽ ആ സലാം പറയലോടെ ബന്ധം സുദൃഢമാവുകയാണ്. കുടുംബക്കാരെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് അതിന് സാഹചര്യങ്ങൾ ഒരുക്കിയിരുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവരെ കാണാനും അവരോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഓരോന്നും മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് നിർദ്ദേശിക്കുമായിരുന്നു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമലായി പരിഗണിച്ചൊരു അമലാണ് സിലത്തുർ റഹീം, കുടുംബ ബന്ധം. ഈമാനുമായി ബന്ധപ്പെട്ടൊരു അമലാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യസിൽ റഹിമഹ്. അല്ലാഹുവിലും അന്ത്യനാളിലും പൂർണ്ണ ഈമാനുള്ള ആളാണെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണം. ആ ബന്ധം ചേർക്കേണ്ട തലങ്ങൾ, കുടുംബ ബന്ധം ചേർക്കേണ്ട തലങ്ങൾ ഒന്നും മുറിക്കാതെ ആ ബന്ധുക്കളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തുകൊണ്ട് അവരോട് ബന്ധം പുലർത്തുന്നതിനോടൊപ്പം അവർക്ക് ഓരോ കാര്യങ്ങളും നിർദ്ദേശിച്ചു കൊടുക്കണം. തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ കുടുംബക്കാരോട് സോൾവ് ചെയ്യരുത്, സോൾവ് ചെയ്യാൻ പാടില്ല. ആദ്യമായി അല്ലാഹു തആല ഉപദേശം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ആരോടാ? വഅൻദിർ അശീറതകൽ അഖ്റബീൻ. അടുത്ത ബന്ധുക്കാരോട് തങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം. അല്ലാഹുവെ വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷ വരാനുണ്ട്, പരലോകം വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷ വരാനുണ്ട്. സ്വന്തക്കാരൻ ദീനിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്യുമ്പോ സാരമില്ലെന്ന് വെക്കരുത്. സ്വന്തം സഹോദരനാണെങ്കിലും മകനാണെങ്കിലും മകളാണെങ്കിലും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. നീ ചെയ്യുന്നത് ഹറാമാണ്, ഒരിക്കലും അത് പാടില്ല, കുറ്റം കൂടിയ കാര്യമാണ്, വൻകുറ്റമാണ്, പാരത്രിക ലോകത്ത് വഷളായി പോകും. നിർദ്ദേശങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് കുടുംബക്കാരോടാണ്. സമൂഹത്തിലുള്ള ആളുകളെ ഉപദേശിക്കുന്നതിന്റെ മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉപദേശം കൊടുത്തത് സ്വന്തം കുടുംബക്കാരോടാണ്. സ്വന്തം കുടുംബക്കാരോട് വ്യക്തിപരമായും തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്, സാമൂഹ്യമായി മൊത്തം ഒരുമിച്ചു കൂട്ടിയും ഉപദേശിച്ചിട്ടുണ്ട്. ഈ ആയത്തിറങ്ങിയ അന്നാണ് മക്കയിലുള്ള ഗോത്രത്തലവന്മാരെ മുഴുവനും തങ്ങൾ വിളിച്ചത്. സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഓരോ ഗോത്രക്കാരെയും തങ്ങൾ വിളിച്ചപ്പോ യാ ബനീ ലുഅയ്യിൻ, ലുഅയ്യ് കുടുംബമേ, ബനൂ ലുഅയ്യ് ഗോത്രമേ. ബനൂ ലുഅയ്യ് ഗോത്രത്തിലെ നേതാക്കൾ വന്നു. അതേപോലെ തന്നെ ബനൂ ഹാഷിമിനെ വിളിച്ചു, ബനുൽ മുത്തലിബിനെ വിളിച്ചു. ഓരോ ഗോത്രക്കാരും അവിടെ വന്ന് അൽ അമീൻ വിളിക്കുന്നുണ്ട്. വെറുതെ ഏതായാലും വിളിക്കില്ല. സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറിയപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന വിഷയം കൃത്യമായി ഓർമ്മപ്പെടുത്തി.
ഞാൻ നിങ്ങളോട് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഇല്ല. ലൗ അന്ന ഖൈലം ബിസഫി ഹാദൽ ജബലി അകുൻതും മുസദ്ദിഖീൻ. നിങ്ങൾ കാണാത്ത രൂപത്തിലല്ലേ മലയുടെ മുകളിൽ ഇരിക്കുന്നത്? ഇതിന്റെ താഴ്വാരത്തിലൂടെ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഗോത്രം അല്ലെങ്കിൽ ഒരു സൈന്യം നിങ്ങളെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ അംഗീകരിക്കുമോ? എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കും. നഅം, അതെ ഞങ്ങൾ വിശ്വസിക്കും. കാരണം മാ ജറബ്നാ അലൈക കദിബൻ ഖത്തു, തീരെ തന്നെ നിങ്ങളിൽ നിന്ന് ഒരു കളവ് പോലും ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. എന്ത് നിങ്ങൾ പറഞ്ഞാലും അത് സത്യമാണല്ലോ. ഞങ്ങളത് അംഗീകരിക്കും, വിശ്വസിക്കും. എങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കാണാത്ത ഒരു ലോകം വരാനുണ്ട്. നിങ്ങൾ കാണാത്ത ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്തെയും ഈ ലോകത്തെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കണം. അള്ളാഹിനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കടുത്ത ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് കുടുംബക്കാരെ ഓരോ തലവന്മാരെയും വിളിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആദ്യമായി തങ്ങളോട് പ്രതികരിച്ചത് അവിടുത്തെ മൂത്താപ്പയായ അബൂലഹബാണ്. അബൂലഹബല്ലേ നബി തങ്ങളെ എതിർത്തത്? അബൂലഹബ് ചോദിച്ചില്ലേ, തബ്ബല്ലക അലിഹാദാ ദഅൂതനാ, നിനക്ക് നാശം, ഇതിനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇത് പറയാനാണോ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? സഹോദരങ്ങളെ, വേറെ നേതാക്കളും ആ കൂട്ടത്തിലുണ്ട്. ആരും ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അന്ന് നബി തങ്ങളോട് പറയാൻ പറ്റാത്ത ഭാഷയിൽ, വളരെ തരം താഴ്ന്ന ഭാഷയിൽ തബ്ബല്ലക ലിഹാദാ ദഅൂതനാ, സാധാരണക്കാരോട് പറയുന്ന ഒരു ഭാഷയാണ് തബ്ബല്ലക എന്നത്. അത് മുത്തുനബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിന് മറുപടി കൊടുത്തില്ലേ, തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്. രാവിലെ സമയത്ത് ഇങ്ങനെ അബൂലഹബ് പറഞ്ഞെങ്കിലും അന്ന് വൈകുന്നേരമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്ത ആള് എന്നുള്ള നിലക്ക് തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. തങ്ങൾ വൈകുന്നേരം അബൂലഹബിനെ കാണാൻ ഒറ്റക്ക് പോയി. അബൂലഹബിന്റെ വീട്ടിലേക്ക് തങ്ങൾ വരുമ്പോ അബൂലഹബ് വിചാരിച്ചു ഉണ്ടായ വിഷയത്തിൽ മാപ്പ് ചോദിക്കാൻ വേണ്ടി വരികയായിരിക്കും. ഉണ്ടായ സംഗതിക്ക് മാപ്പ് ചോദിക്കാൻ വേണ്ടി വരികയായിരിക്കും. കുടുംബക്കാരോട് പറയാൻ മടിണ്ടാകരുത്. അവരോട് പറയണം ചെയ്യുന്നത് ശരിയല്ല. സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും അനുജനാണെങ്കിലും, അത് കല്യാണത്തിനാണെങ്കിലും സൽക്കാരത്തിനാണെങ്കിലും, ഇനി വേറെന്താള്ളത്, വേറെന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ എണ്ണിക്കോളൂ. അതിനൊക്കെ ആണെങ്കിലും ദീനെ ഹറാമാക്കിയൊരു കാര്യമാണെങ്കിൽ അത് ഹറാമാണ്, ചെയ്യരുത് എന്ന് പറയണം. നമ്മൾ ആദ്യം ഒരുങ്ങണം. നമ്മളെ വീട്ടിലും അതേ ഒരു പരിപാടി നടന്നെങ്കിൽ പിന്നെ അവിടെ എതിർക്കാൻ വലിയ ചാൻസ് ഒന്നും ഉണ്ടാകൂല. അത് ശരി, നിന്റെ വീട്ടിൽ ഇതൊക്കെ നടത്തിയിട്ട് എന്റെ വീട്ടിൽ നടത്തുമ്പോ നീ എതിർക്കേ. നിന്റെ വീട്ടിൽ മിഠായി കല്യാണം, മൈലാഞ്ചി കല്യാണം, പിന്നെന്ത് കല്യാണം, എല്ലാ കല്യാണവും നീ നടത്തി. നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ വന്ന് നീ എതിർക്കാനോ വേളറിയാനോ എന്നവൻ ചോദിക്കരുത്. നമ്മൾ അതിൽ നിന്ന് മുക്തമായ ശേഷം അവരെ ഉപദേശിക്കണം. പറ്റില്ല, ഈ ചെയ്യുന്ന പരിപാടി തെറ്റാണ്. എന്താ ഇപ്പൊ അനുജന്റെ വീട്ടിൽ നടക്കുന്നത്? എന്താ അനുജന്റെ വീട്ടിൽ നടക്കുന്നത്? കല്യാണത്തിന്റെ മുമ്പ് നിശ്ചയിച്ച പെണ്ണിന് എല്ലാവരും കൂടി ഓരോ മിഠായും കേക്കും മുറിച്ചു കൊടുക്കുക. അതാരാ വന്നിരിക്കുന്നത്? അത് സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ഒരു വിഭാഗം, 11ാം ക്ലാസ്സിലെ ഒരു വിഭാഗം, 12ാം ക്ലാസ്സിലെ ഒരു വിഭാഗം, ഡിഗ്രി തരങ്ങളിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഒരൊറ്റ കുട്ടിനെയും ഈ പെണ്ണിന് കാണാൻ പറ്റൂല. പക്ഷെ എല്ലാവരും കൂട്ടം കൂടി വന്ന് ഓരോരുത്തരെ വക ഓരോ കേക്ക് മുറിച്ചു കൊടുക്കുകയാണ്. പുതിയാപ്പിളക്ക് വരെ ആ പെണ്ണിന്റെ ശരീരം തൊടണമെങ്കിൽ നിക്കാഹ് കഴിയണ്ടേ? പിന്നെ എങ്ങനെ അന്യ പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുക്കുക? എന്നിട്ടാ വന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം. എന്തിനാ ഭക്ഷണം? എല്ലാരും ഹറാമ് ചെയ്തതിന്റെ പേരിൽ ഒരു സ്വീകരണം, ഒരു ഭക്ഷണം. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഈ ഹറാമൊക്കെ ചെയ്യാൻ വന്ന ആളുകൾക്ക് നല്ല ബിരിയാണി കൊടുത്ത് സ്വീകരിക്കേ? പാടില്ലത്. ഉപദേശിക്കണം. അത് കല്യാണല്ലേ, അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, എന്ത് കൂടരുത്. മുന്നറിയിപ്പ് നൽകേണ്ടത് അടുത്ത ബന്ധുക്കളോടാണ്. അന്ദിർ അശീറതകൽ അഖ്റബീൻ. അടുത്ത ബന്ധുക്കളെ നീ മുന്നറിയിപ്പ് നൽകണം, ഉപദേശിക്കണം. പറ്റാത്തത് കാണുമ്പോ പറ്റില്ല എന്ന് പറയണം, പാടില്ല എന്ന് പറയണം, ദീനിലത് പറ്റൂല എന്ന് പറയണം. അങ്ങനല്ലേ മഹാന്മാർ ഉപദേശിച്ചത്? സ്വന്തം മോനാന്ന് കരുതിയവർ മാറിന്നോ?
ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റു. 2 കൊല്ലവും 5 മാസവും മാത്രം ഭരിച്ച മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നീതിപൂർവമായ ഭരണം, നാട്ടിലെല്ലാവർക്കും ബോധ്യപ്പെട്ട നീതിയാണ്. അത്ര നീതിയുള്ള ഒരു ഭരണമാണ് അവരൊക്കെ കണ്ടത്. ആ ഭരണം ഏറ്റെടുത്തപ്പോ മദീനയിലെ ചെറിയ ഒരു ചുമതല തന്റെ മകനെ ഏൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിനനുസരിച്ച് ഒരു വാർഡ് ഭരണം എന്നോ അല്ലെ ഒരു പഞ്ചായത്ത് ഭരണം എന്നൊക്കെ പറയാം. മകനെ ഏൽപ്പിച്ചു, സ്വന്തം മകനെ. മകൻ അങ്ങോട്ട് ഭരണസ്ഥാനത്ത് കയറി നിന്നപ്പോ പൊതു ഖജനാവിലെ സ്വത്ത് കണ്ടപ്പോ മകനൊരു മോതിരം വാങ്ങി 1000 ദിർഹമിന്. എങ്ങനെയുണ്ട്? 1000 ദിർഹമിന്, ഇന്നല്ല അന്നത്തെ 1000 ദിർഹമിനൊരു മോതിരം സ്വന്തം മകൻ വാങ്ങി അറിഞ്ഞപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകന് കത്തെഴുതി. എന്റെ മോനല്ലേ, ഭരണരംഗത്തല്ലേ, കുറച്ചൊക്കെ അടിച്ചു പൊളിച്ചോട്ടെ, അങ്ങനെയല്ലേ നമ്മള് കരുതാ. നമ്മളെ സഹോദരനല്ലേ, സംഗതി കുശാലാകട്ടെ, വെറൈറ്റി ആകട്ടെ, ഏറ്റവും വലിയ കല്യാണം ആകട്ടെ, നാട് നീളെ അതൊക്കെ മാതൃകയാക്കുന്ന രീതിയിൽ. ഏത് മാതൃക? ഈ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട്, ഈ ആണുങ്ങളൊക്കെ വന്നിട്ട് അന്യ ആണും അന്യ പെണ്ണും കൂടി ഇന്നുകൊണ്ട് ഒരു കേക്ക് സംഭാവന. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു കേക്ക് മുറിച്ചെടുക്കുന്ന ഒരു പരിപാടിക്ക് ഒരു സ്ഥലത്ത് ആ വീട്ടുകാരൻ ചെലവഴിച്ചത് 15 ലക്ഷമാണ്. എങ്ങനെ ഉണ്ടാവും അതിന്റെ കഥ? ഇന്ന് ആലോചിച്ച് നോക്കുക. നമ്മള് എന്തിനാണ് ഇപ്പൊ ഇത് ചെലവഴിച്ചത്? വിവിധ തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട്. എന്താ അവിടെ നടക്കുന്ന പരിപാടി? മുഖ്യമായി നടക്കുന്ന പരിപാടി എന്താണ്? നിക്കാഹല്ല, നിക്കാഹിനായിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, എന്നോട് വെറുക്കൊന്നും വേണ്ട. ഒരു ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങളെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇവിടുത്തെ ഹാലൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ നേരത്തെ ഒന്നും വന്നു എന്നല്ലാതെ എനിക്ക് ഇവിടുത്തെ കഥ ഒന്നും അറിയില്ല. പക്ഷെ പല നാട്ടിലുണ്ട്, അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞാണ്. പാടില്ല. സ്വന്തം മോനാണെങ്കിലും ചെയ്യുന്ന തെറ്റാണെങ്കിലും തെറ്റാണ്, പാടില്ല എന്ന് പറയാനുള്ളത്. അതാണ് യഥാർത്ഥ ബന്ധം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മകനെ കത്തെഴുതുന്നു, മോനെ, ഭരണരംഗത്ത് കയറിയപ്പോഴേക്ക് ബൈത്തുൽ മാലിലെ സ്വത്തും ഉപയോഗിച്ച് 1000 ദിർഹമിന്റെ മോതിരം വാങ്ങിയോ? നിന്റെ കയ്യിൽ നിന്ന് മോതിരം അയച്ച് നീ അത് വിൽപ്പന നടത്തണം. 1000 മിസ്കീന്മാർക്ക് ആ കാശ് കൊണ്ട് നീ ഭക്ഷണം കൊടുക്കണം. പകരം നീ ഒരു ഇരുമ്പിന്റെ ഒരു ചെമ്പിന്റെ മോതിരം ധരിച്ചോ. സ്വർണത്തിന്റെ മോതിരമല്ല, അത് വെള്ളിയുടെ മോതിരമാണ്. വെള്ളിയുടെ മോതിരത്തിനാണ് ഇത്രയും അധിക വില. 1000 ദിർഹമിന്റെ മോതിരമാണ് സ്വന്തം മകൻ വാങ്ങിയത്. മകന് ഹൈ ലെവലായിക്കോട്ടെ നല്ല ബാപ്പ തീരുമാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ മദീനയിലും പരിസരത്തും പാവപ്പെട്ടവരില്ലേ, അവരെ പരിഗണിക്കേണ്ട സമ്പത്തെടുത്തിട്ട് എന്റെ മകന്റെ ജീവിതം അടിച്ചുപൊളിയാക്കുകയാണോ? അത് സമ്മതിക്കാതെ കത്തെഴുതിയിട്ട് മകനോട് പറഞ്ഞു, ആ മോതിരം വിറ്റിട്ട് 1000 പാവങ്ങൾക്ക് നീ ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് നീ പകരം ഒരു ചെമ്പിന്റെ മോതിരമോ ഇരുമ്പിന്റെ മോതിരമോ ധരിക്കണം. ആ മോതിരത്തിന്റെ മുകളിൽ നീ എഴുതി വെക്കണം, റഹിമല്ലാഹു റഅൻ അറഫ ഖദ്റ നഫ്സിഹി. സ്വന്തം നിലവാരം, സ്വന്തം ശരീരത്തിന്റെ വില മനസ്സിലാക്കുന്ന ആൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നൊരു എഴുത്ത് നീ എഴുതി വെക്കണം. നിന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. എന്റെ മോനായിട്ടാണ് നീ ഇവിടെ ഭരണത്തിലിരിക്കുന്നത്. ഞാൻ തന്നെ നീ ഭരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ. സ്വന്തം ആവശ്യങ്ങൾക്ക് ഞാൻ ഈ വിളക്ക് കത്തിക്കാറില്ല. ഭരണത്തിന് വേണ്ടി എനിക്ക് കൊണ്ടുവന്ന വിളക്ക് ഭരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ കത്തിക്കാറുള്ളൂ. ഒരു വിളക്ക് കത്തിക്കുന്നിടത്ത് വരെ സൂക്ഷ്മത കാണിക്കുന്ന മഹാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വന്തം ആവശ്യത്തിന് ആ വിളക്ക് കത്തിക്കില്ല. ഭരണത്തിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തിരിക്കുമ്പോ കത്തിക്കുന്ന ഒരു വിളക്കുണ്ട്. ആളുകളുടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളൊക്കെ വന്ന് പിരിഞ്ഞു പോയാൽ ഉടനെ ആ വിളക്ക് കെടുത്തുന്നു. എനിക്ക് വേണ്ടി ആ വിളക്ക് കത്തിക്കാൻ പാടില്ല. കാരണം ഇത് ജനങ്ങളെ കാര്യം പരിഹരിക്കാനുള്ള വിളക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ സൂക്ഷ്മത ജീവിതം നയിക്കുന്ന മഹാൻ സ്വന്തം മകനെ ഉപദേശിക്കുന്നത് ഹൈ ലെവൽ ജീവിതത്തിലേക്ക് മുതിർന്നപ്പോ, വേണ്ട മോനെ, എന്റെ ഭരണത്തിന്റെ കീഴിൽ നീ എങ്ങനെ അടിച്ചുപൊളിയായി വലിയ വിലക്കുള്ള മോതിരം ധരിക്കണ്ട.
സ്വന്തം മകളോട്, സ്വന്തം കുടുംബത്തോട് ഓരോരുത്തരെയും വിളിച്ചിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയില്ലേ? യാ ബനി കഅബ് ബിൻ ലുഅയ്യിൻ യാ ബനി ഹാഷിമിൻ അൻഖിദൂ അൻഫുസകും മിനന്നാർ. ബനു ഹാഷിം കുടുംബമേ, നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ നിങ്ങൾ ജീവിക്കണം. യാ ബനി അബ്ദുമനാഫ്, അബ്ദുമനാഫ് കുടുംബമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണത്. അൻഖിദൂ അൻഫുസകും മിനന്നാർ. സ്വന്തം മകളായ സയ്യിദത്തുനാ ബീവി ഫാത്തിമ, ഫാത്തിമ ബീവിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയുന്നു, അൻഖിദീ നഫ്സകി മിനന്നാർ. ഫാത്തിമ മോളെ, നിന്റെ ശരീരം നരകത്തിൽ നിന്ന് നീ സൂക്ഷിക്കണം. ഫഇന്നീ ലാ അംലികു ലകും മിനല്ലാഹി ശൈആ. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഒന്നും ഉടമപ്പെടുത്തി തരുന്നില്ല. വൈറ അന്ന ലകും റഹിമൻ സഅബുല്ലുഹാ ബിബലാലിഹാ. ഞാനും നിങ്ങളും ഒരു കുടുംബ ബന്ധമുണ്ട്, ഞാനത് പുലർത്തുന്നു, ഞാനത് ചേർക്കുന്നു എന്നതല്ലാതെ ജീവിതം നിങ്ങൾ കറക്റ്റായി സൂക്ഷിക്കണം. നരകത്തിൽ പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകൂല. നിങ്ങൾ ഓരോരുത്തരും സൂക്ഷിച്ച് ജീവിക്കണം, ഓരോരുത്തരും ശ്രദ്ധിച്ച് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. എല്ലാ കുടുംബക്കാരോടും സ്നേഹബന്ധത്തോടെ ഇണക്കം വേണം. പൊതുവെ മുഅ്മിനായ മനുഷ്യൻ നല്ല ഇണക്കത്തോടുകൂടെ ജീവിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അൽ മുഅ്മിനു യഅലിഫു വയുലഫു. മുഅ്മിന്റെ സ്വഭാവമാണ് അവരാരോടും ഇണങ്ങും, അവരോട് ആരും ഇണങ്ങും. അങ്ങനെയാണോ നമ്മളെ കുടുംബത്തോടൊക്കെ നമ്മൾ ഇണക്കത്തിലാണ്, കുടുംബക്കാരൊക്കെ നമ്മളോട് ഇണക്കത്തിലാണ്. ഏതെങ്കിലും ഒരു തലം ചെറിയൊരു പ്രശ്നമായിട്ട് ബാക്കി നിൽക്കുന്നുണ്ടോ? ഇന്ന് പരിപാടി കഴിഞ്ഞ് ഇന്നെ തന്നെ പോയി മസ്ലഹത്താകണം, നാളേക്ക് ബാക്കി വെക്കരുത്. കുടുംബബന്ധം മുറിക്കാന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള സംഗതിയാണ്. നിസ്സാര പ്രശ്നത്തിന്റെ പേരിലല്ലേ ബന്ധങ്ങൾക്ക് ശൈഥില്യം വരുന്നത്. പഴയ കാലത്തുള്ള അതേ പ്രശ്നമാണ് ഇപ്പൊ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോ തങ്ങൾ ആദ്യമായി അവിടെ ചെയ്ത ഏറ്റവും വലിയ സേവനം, ഏറ്റവും വലിയ പ്രവർത്തനം, വിപ്ലവം അവിടുത്തെ കുടുംബങ്ങളെ എല്ലാവരെയും ഐക്യപ്പെടുത്തി എന്നതാണ്. പ്രധാനമായും മദീനയിൽ 2 കുടുംബാംഗങ്ങളാണ്, ഔസും ഖസ്റജും. 2 പേരുടെ അണുകുടുംബങ്ങളിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പടലപ്പിണക്കങ്ങളുണ്ട്, സംഘട്ടനങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്, ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ. അതേ അവസ്ഥ ഒന്നും നമ്മുടെ നാട്ടില്. എന്താ പ്രശ്നം? ഒരാള് തൊട്ടടുത്ത് സ്ഥലം വാങ്ങിയപ്പോ കറക്റ്റ് തന്നെയാണ്, അതിർത്തിയിലൊന്നും വ്യത്യാസമല്ല. പഞ്ചായത്തിൽ നിന്നൊക്കെ ആള് വന്ന് നോക്കിയിട്ട് കറക്റ്റാണ്, അളവൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇപ്പുറത്തുള്ള സ്വന്തം സഹോദരൻ പറഞ്ഞു, എന്റെ 1 മീറ്റർ കൂടി നീ കൂട്ടിയെടുത്തിട്ടുണ്ട്. അളന്നു നോക്കിയപ്പോ റെഡിയാണ്. പക്ഷെ ആളെ മനസ്സിലുള്ള കറ മാറുന്നില്ലേ? 1 മീറ്റർ അങ്ങ് കൊടുത്തേക്ക്. അത് ഉസ്താദെ നമ്മൾ അവകാശപ്പെട്ട് കൊടുക്കാൻ പറ്റുമോ? ഈ ബന്ധം നിലക്കാനാ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ്. അയാൾ ഇനി എന്നും അതിന്റെ ഒരു പിണക്കത്തിൽ നിൽക്കണ്ട. എന്റെ 1 മീറ്റർ അവനെടുത്തു എന്ന് വേറെ ആളോട് പറയുന്നത് കേൾക്കാനല്ലല്ലോ നമുക്ക് സുഖം, അതില്ലാതിരിക്കാനല്ലേ സുഖം. 1 മീറ്റർ അയാളെന്ന് എടുത്തോട്ടെ, പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന ആ 1 മീറ്ററിന്റെ അപ്പുറത്ത് നീ മതിൽ കെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1 മീറ്റർ പോയിട്ട് ഒരു ചാണ് സ്ഥലത്തിന് വേണ്ടിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പിണക്കങ്ങൾ കേട്ടാൽ ചിരിച്ച് സുബ്ഹാനല്ലാഹ്, ഇത്രയും ആളുകൾ അന്തം കുറഞ്ഞവരായോ എന്ന് തോന്നിപ്പോകും. അതിന്റെ പേരിൽ പിണങ്ങേണ്ടതില്ല, അതിന്റെ പേരിൽ ഒട്ടും പിണങ്ങേണ്ടതില്ല. അവിടെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ ഇണങ്ങുകയാണ് വേണ്ടത്. വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വയുലഫ്. ആരോടും ഇണങ്ങാത്തവനിൽ ഒരു ഖൈറും ഇല്ല. ചിലരങ്ങനെയുണ്ട്, സ്വന്തം കാര്യം സിന്ദാബാദ്. പെങ്ങൾമാരി നോക്കൂല, സഹോദരങ്ങളിൽ നോക്കൂല. മൂപ്പര് സ്വന്തത്തിൽ ഇങ്ങനെ അടിച്ചുപൊളിയായിട്ട് മൂപ്പരെ ബിസിനസ്സും മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് മാത്രം. ഒറ്റ സഹോദരങ്ങളെ വീട്ടിലേക്കും പോകൂല, അവരിങ്ങോട്ട് വരുന്ന സാഹചര്യമില്ല, ആരോടും ബന്ധമില്ല. അങ്ങനത്തെവനിൽ ഒരു ഖൈറും ഇല്ല. വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുലഫ്. ആരും അവനോട് വന്ന് ഇണങ്ങൂല,
മറ്റുള്ളവരോട് ഇണങ്ങാൻ പോകൂല. അങ്ങനത്തെവരിൽ ഒരു ഖൈറും ഇല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നന്മയുള്ളവരാകണം. ആരിലാ നന്മ? ഇണങ്ങേണ്ട കുടുംബങ്ങളോടൊക്കെ ഇണങ്ങണം, ബന്ധം പുലർത്തണം. അവര് നമ്മളോടും ഇങ്ങോട്ട് സ്നേഹബന്ധം പുലർത്തണം. ആ ബന്ധം എന്നും കാത്തു സൂക്ഷിക്കണം. മരിക്കുന്ന സമയം വരെ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധം. എങ്ങനെയാണ് നമ്മളോട് മറ്റുള്ളവർ ഇണങ്ങുന്നത്? നമ്മുടെ സ്വഭാവം നന്നാകണം, നമ്മുടെ സമീപനം നല്ല സമീപനമാകണം. ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ ആർക്കും പരിക്ക് പറ്റാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം. ഈ കാര്യങ്ങളെ കൊണ്ട് നമ്മളോട് മറ്റുള്ളവർ ഇണങ്ങും. ആർക്കും ശല്യമാകാത്ത, ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയണം. അതേ സമയത്ത് ആരോടും ഇണങ്ങാത്തവൻ, ആരും വന്ന് ഇണങ്ങാത്തവൻ, അവരിൽ ഒരു ഖൈറുമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അവന്റെ ഈമാന് ബലഹീനമാണ്, അവന്റെ സ്വഭാവവും മോശമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ബന്ധം പുലർത്തുന്ന ചില ആളുകൾക്കൊക്കെ ഒരു പരാതിയുണ്ട്. ഉസ്താദേ, എനിക്കെന്റെ ഒരു ജേട്ടനുണ്ട്, അല്ലെങ്കിൽ ഒരു സഹോദരിയുണ്ട്, അല്ലെങ്കിൽ അമ്മാവനുണ്ട്, അല്ലെങ്കിൽ എളാപ്പയോ മൂത്താപ്പയോ അമ്മായിയോ ഉണ്ട്. ഞാൻ അവരോടൊക്കെ ബന്ധം പുലർത്തി ജീവിക്കും. പക്ഷേ അതൊരു വൺ വേ ബന്ധമാണ്. എനിക്കങ്ങോട്ട് നല്ല ബന്ധമാണ്. ഞാൻ അവര് ക്ഷണിച്ചാൽ എല്ലാ വിഷയത്തിനും പോകും, എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ ഇങ്ങോട്ടൊരു ബന്ധവും ഇല്ല. നിങ്ങൾ നോക്ക്, ആ സന്ദർഭത്തിലും നമ്മൾ ബന്ധം നിർത്താൻ പറ്റുമോ? ബന്ധം മുറിക്കാൻ പറ്റുമോ? സാധാരണ ആളുകൾ പറയും, നമ്മളെ 2 കല്യാണത്തിന് അവരെ ക്ഷണിച്ചിട്ട് നമ്മൾ പോയില്ലേ, അവരെ കല്യാണത്തിന് വിളിച്ചിട്ട് നമ്മളെ വീട്ടിൽ 2 കല്യാണം കഴിഞ്ഞു, 2നും വന്നില്ല, ഇപ്പൊ 3ാമത്തതാണ്. ഇതിനും അവരെ നമ്മൾ ക്ഷണിക്കാണ്, അവര് വന്നില്ലെങ്കിൽ ഇനി ഒരു കല്യാണം അവിടെ നടക്കാനുണ്ട്. ആരാത്? സ്വന്തം പെങ്ങളെ മകളെ കല്യാണാണ്, സഹോദരിയുടെ മകളെ. അതിന് നമ്മൾ പോകണ്ടെന്നല്ല തീരുമാനിക്കേണ്ടത്, പോകണം എന്നാണ്. നമ്മൾ നേരെ തിരിച്ചാ തീരുമാനിക്കുക. അത് നമ്മളെ ഇൽമിന്റെ കുറവുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ടൊരു സ്വഹാബി പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഖറാബ, എനിക്കൊരു കുടുംബമുണ്ട്, അസിലുഹും വയഖ്തഊനി, ഞാൻ അവരോട് ബന്ധം ചേർക്കും, എന്നോടവർ ബന്ധം മുറിക്കും. ഞാൻ നല്ല ബന്ധമാണ് അവരോട്, നല്ല സ്നേഹമാണ്, പക്ഷെ അവരോട് എന്നോട് ബന്ധം മുറിക്കും. വഅഹ്സിനു ഇലൈഹിം വയുസീഊന ഇലയ്യ, ഞാൻ അവർക്ക് സേവനം ചെയ്യും, അവരെന്നോട് മോശമായി പെരുമാറും. എന്ത് സഹകരണം ചോദിച്ചാലും അവര് സഹകരിക്കൂല. എന്നോട് അവരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. അവരിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോട് അവർ വിവരക്കേട് ചെയ്യും, വിവരക്കേടെന്നോട് പറയും. എന്നോട് ഇങ്ങനെയാണ് അവരെ സമീപനം, ഞാൻ അങ്ങോട്ട് നല്ല സമീപനമാണ്, നല്ല ബന്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി മേലാൽ നീ ആ വീട്ടിലേക്ക് പോകണ്ടെന്നല്ല പറഞ്ഞത്, ഇനി അവരോട് ഒരിക്കലും ബന്ധം പുലർത്തണ്ടെന്നല്ല പറഞ്ഞത്. فإن كنت كما قلت فكأنما تصفهم الملا, നിങ്ങൾ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങളെ ബന്ധത്തിന് തകരാറില്ല, നിങ്ങൾ സഹകരിക്കുന്നതിനൊരു പ്രശ്നവുമില്ല. അവരെന്ത് പറഞ്ഞാലും സഹനത്തോടെ സ്നേഹത്തോടെ നിങ്ങളത് സഹിക്കുന്നു. ആ രീതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, നിങ്ങൾ അവർക്ക് ചൂടുള്ള വെണ്ണീർ തീറ്റിച്ചതുപോലെയാണ്. വെണ്ണീർ തന്നെ തിന്നാൻ കഴിയൂല, അത് ചൂട് കൂടുതലാണെങ്കിലോ ഏറെ പ്രയാസമല്ലേ. നിങ്ങൾ ആ സമീപനം പുലർത്തുമ്പോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ അവർക്ക് നിങ്ങൾ പ്രയാസം വരുത്തുന്നു. നിങ്ങളെ ഭാഗത്തുനിന്നൊരു വീഴ്ചയും ഇല്ലല്ലോ, നിങ്ങൾ തോൽക്കുമെന്ന് കരുതരുത്. വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക, അല്ലാഹുവിൽ നിന്നൊരു പ്രത്യേക സഹായി എപ്പോഴും നിങ്ങളെ കൂടെയുണ്ടാകും. നിങ്ങൾ പ്രശ്നാക്കണ്ട, വിഷമൊന്നും കരുതണ്ട. അല്ലാഹുവിൽ നിന്നൊരു പ്രത്യേക സഹായി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ബന്ധം നന്നായി ചേർക്കണം, കുടുംബ ബന്ധം നന്നായി പുലർത്തണം. നിങ്ങളോട് ഇങ്ങോട്ട് നിസ്സഹകരണമാണെങ്കിലും ബന്ധം മുറിക്കരുത്. ഒറ്റ സമയം കരുതിയാൽ മതി. ചില ആളുകളൊക്കെ തീരുമാനം എടുത്തു, അത് ശരി, ഞമ്മക്കൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അവന്റെ കയ്യിൽ കാശുണ്ടായിട്ടും നമ്മൾ ചോദിച്ചു ഒരു 10,000 റുപ്യ സ്വന്തം ചേട്ടനോട് അനുജനോട്.
ഇപ്പൊ അവൻ ചോദിക്കാൻ വന്നിരിക്കാണ്. ഇപ്പൊ വല്ലാത്ത പ്രയാസാണ്, ബുദ്ധിമുട്ടാണ്. കുറച്ച് നടക്കട്ടെ, കുറച്ച് എല്ലാരോടും ചോദിക്കട്ടെ. എവിടുന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കാം. അങ്ങനല്ല നമ്മുടെ മനസ്സിൽ നിന്ന് ഉദിക്കേണ്ടത്. നമ്മുടെ രക്തബന്ധം പരിഗണിച്ചുകൊണ്ട് അയാൾ ഏത് സ്വഭാവമാണെങ്കിലും നല്ല സ്വഭാവം കൊണ്ട് നമ്മൾ തിരുത്തിയെടുക്കണം, നമ്മൾ മാറ്റിയെടുക്കണം ആ സ്വഭാവം. സാധുക്കളായ കുടുംബക്കാരെ പരിഗണിക്കാതിരുന്ന വലിയ വിഷയമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു ഹദീസ് നോക്ക് നിങ്ങൾ. മൻ കാന ലഹു അഖാരിബു ദുഅഫാ, ഒരാൾക്ക് പാവങ്ങളായ കുറെ കുടുംബക്കാരുണ്ട്, പക്ഷേ വലം യുസ്സിൻ ഇലൈഹിം, അവരിലേക്ക് അവൻ സേവനം ചെയ്യൂല. വയഖ്ബിലു സ്വദഖതഹു ഇലാ ഗൈരിഹിം, കൊടുക്കാനുള്ള സംഭാവനയൊക്കെ പുറത്തേക്ക് കൊടുക്കും. അങ്ങനെയല്ലേ ചില ആൾക്കാർ. റിലീഫ് നാട്ടിൽ പൊതുവെ എല്ലാവരും കൂടി നടത്തുന്ന റിലീഫ്, ഒരു പാവപ്പെട്ട പെണ്ണിനെ കെട്ടിക്കാണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കും 25,000, 30,000, 40,000 ഒക്കെ. എന്നാ സ്വന്തം സഹോദരനൊരു വീട് വെക്കാൻ വളരെ കഷ്ടപ്പെട്ടാണ്. വീട് ഉദ്ഘാടനമാകട്ടെ എന്തെങ്കിലുമൊക്കെ ഒരു കസേര കൊണ്ടിടാന്ന് പറയും. നേരത്തെ കൊടുക്കേണ്ടത് അവിടെയാണ്, നല്ലോണം കൊടുക്കേണ്ടത്. ഓൻ പാവല്ലേ, ഒന്നുമില്ലല്ലോ, കഴിവൊന്നുമില്ലല്ലോ. നമ്മൾ കൊടുക്കുന്നത് നമ്മളെ സ്നേഹബന്ധത്തിന്റെ ഉറപ്പാണ് അവിടെ നമ്മൾ കാണിക്കേണ്ടത്. സ്വന്തത്തിന് ഒരാൾക്ക് പാവങ്ങളായ കുടുംബക്കാരുണ്ടായിട്ട് അവരെ പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് ദാനം കൊടുത്താൽ സുബ്ഹാനല്ലാഹ് ലം യഖ്ബലില്ലാഹു മിൻഹു സദഖതഹു, അല്ലാഹു അവന്റെ ദാനം സ്വീകരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹി യൗമൽ ഖിയാമാ, ഖിയാമത്ത് നാളിൽ അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. പുറത്തുള്ള ആളുകൾക്ക് സ്വതക്ക കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷേ ആദ്യം പരിഗണിക്കേണ്ടത് സ്വന്തക്കാരെയാണ്, കുടുംബക്കാരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്, അവർക്കാണ് കൊടുക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് നല്ലവണ്ണം സംഭാവന ചെയ്തു, സ്വന്തക്കാർക്ക് നല്ലവണ്ണം സ്വതക്ക കൊടുത്തു. പഴയകാലത്ത് തങ്ങളെ എതിർത്തിരുന്ന ആളുകളായിട്ട് പോലും തങ്ങളവരെ പരിഗണിച്ചു. കുടുംബക്കാരിൽ നിന്നായിരിക്കും ഒരു പക്ഷേ സഹോദരങ്ങളെ ഏറ്റവും വലിയ എതിർപ്പും ബുദ്ധിമുട്ടും ഒക്കെ വരിക. അത് സഹിക്കുന്നതിനാണ് ഏറ്റവും നല്ല ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത്. പക്ഷേ പലരും കുടുംബക്കാർ, എന്റെ കുടുംബം എന്നോട് അങ്ങനെ ചെയ്യണ്ടില്ലായിരുന്നു, സഹോദരൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പുറത്തുള്ള ആളാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. സ്വന്തക്കാരിൽ നിന്നാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരിക. നമുക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കടുത്ത പ്രയാസം വന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ ഹൽ അതാ അലൈക യൗമുൻ അശദ്ദ മിൻ ഉഹദ്, ഉഹദിനേക്കാൾ കടുപ്പമുള്ള വല്ല ദിവസവും തങ്ങൾക്ക് വന്നിട്ടുണ്ടോ നബിയേ? ഉഹദ് തങ്ങൾക്ക് വലിയ പ്രയാസമുള്ള ദിവസമാണ്. ഉത്ബത്ത് ബിൻ അബീ വഖാസിന്റെ കല്ല് വന്നിട്ട് അവിടുത്തെ മുൻപല്ല് പൊട്ടിയത് ഉഹദിലാണ്. ഇബ്നു ഖംഅത്തിന്റെ ഏറ് കൊണ്ടിട്ട് അവിടുത്തെ നെറ്റിയിൽ നിന്ന് രക്തം ഒഴുകിയത് ഉഹദിലാണ്. അവിടുത്തെ കൈയിന്റെ വിരലിന് പരിക്കേറ്റിട്ട് രക്തം പൊട്ടിയത് ഉഹദിലാണ്. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഷഹീദായത് ഉഹദിലാണ്. ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് ബന്ധമുള്ള സ്വഹാബിമാർ പലരും ഉഹദിൽ ഷഹീദായി. വലിയ പ്രയാസങ്ങളാണ് ഉഹദിൽ ഉണ്ടായത്. പക്ഷേ ആ ഉഹദിനെക്കാളും വല്ല കടുപ്പമുള്ള ദിവസം ഉണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അവിടുത്തെ മറുപടി ഉണ്ട് ആയിഷ, ഉഹദൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള ദിവസം, എന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം വന്ന ദിവസം. എനിക്ക് ഏറ്റവും ഒത്താശകൾ ചെയ്തിരുന്ന രണ്ട് ബന്ധുക്കളുണ്ട്. ഒന്ന് എന്റെ മഹദിയായ സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും മറ്റൊന്ന് എന്റെ മൂത്താപ്പയായ അബൂ ത്വാലിബും. രണ്ടുപേരും 3 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് മരണപ്പെട്ടത്. രണ്ടുപേരും മരണപ്പെട്ടപ്പോൾ ത്വായിഫിലുള്ള എന്റെ കുടുംബങ്ങൾ എന്ന് വിചാരിച്ച് ഞാൻ അവരിലേക്ക് ചെന്നു. അവിടെ ആരാണുള്ളത്? റബീഅത്തിന്റെ മക്കളുണ്ട്. എന്റെ അകന്ന ബന്ധുക്കളാണ്, അടുത്ത ബന്ധുക്കളല്ല.
ചെറിയൊരു സഹായം പ്രതീക്ഷിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അവര് ചെറിയ കുട്ടികളെ കയ്യിൽ കല്ല് കൊടുത്ത്, ബുദ്ധിയില്ലാത്ത ആളുകളെ കയ്യിൽ കല്ല് കൊടുത്ത് എന്റെ ശരീരത്തിലേക്ക് അവര് തുരുതരാ കല്ലെറിഞ്ഞു. എനിക്ക് നടക്കാൻ കഴിയാതെ ഞാൻ പതുക്കെ പതുക്കെ ഇരുന്ന് വേച്ച് നടന്നാണ് അവിടെയുള്ളൊരു മുന്തിരിത്തോട്ടത്തിന്റെ ഉള്ളിൽ ഞാൻ വിശ്രമിക്കാൻ കയറിയത്. സുബ്ഹാനല്ലാഹ്, എന്റെ കാലിൽ നിന്ന് രക്തം പൊടിഞ്ഞു. കുട്ടികളെയും ഭ്രാന്തന്മാരെയും കൊണ്ട് എന്നെ കൂക്കി വിളിപ്പിച്ചു. എന്റെ കുടുംബക്കാരിൽ നിന്ന് ഏറ്റ ഈ ദിവസമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും അസഹ്യമായ ദിവസമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പുറത്തുള്ള ആളുകളിൽ നിന്നുള്ള വന്ന അക്രമമല്ല, നബി തങ്ങൾക്ക് ഏറ്റവും വലിയ കടുപ്പമായി തോന്നിയത് സ്വന്തക്കാരിൽ നിന്നുള്ള വന്ന അക്രമമാണ്. ആ ത്വായിഫ് എന്ന് പറയുന്ന പ്രദേശത്തെ കുടുംബക്കാരെ മൊത്തം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് ഉയർന്ന മലകൾ ഒന്ന് കൂട്ടി ഭദ്രമാക്കിയാൽ ഇന്ന് കാണുന്ന ത്വായിഫ് കാണാൻ കഴിയൂല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അതിന് സമ്മതം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മാപ്പിന് വേണ്ടിയല്ലേ ദുആ ചെയ്തത്? അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എന്റെ ഖൗമിന് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്, അവര് വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യത്തിന് തങ്ങൾ സമ്മതം കൊടുത്തില്ലല്ലോ. നബിയേ, ഈ കാണുന്ന പർവ്വതത്തിന്റെ ചുമതലയുള്ള മലക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് തങ്ങൾ സമ്മതിച്ചാൽ ആ പർവ്വതം ഒന്ന് മേലേക്കൊന്ന് മൂടിയാൽ പിന്നെ കുടുംബാംഗങ്ങളില്ല, ത്വായിഫ് എന്ന് പറയുന്ന പ്രദേശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വേണ്ട എന്നാണ് പറഞ്ഞത്. ഏറ്റവും വലിയ സഹനമാണ് തങ്ങൾ സഹിച്ചത്. ആരിൽ നിന്ന്? കുടുംബക്കാരിൽ നിന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബക്കാരിൽ നിന്ന് സഹിക്കണോ? സഹിക്കേണ്ടി വരും. കുടുംബക്കാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സഹിക്കേണ്ടി വരും. അതല്ലേ കുടുംബക്കാരോട് നമ്മൾ നിർവഹിക്കുന്ന കാര്യത്തിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. ബന്ധങ്ങൾ മുറിയാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനുള്ള വഴിയാണ് നമ്മിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടത്. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ തന്നെ നമ്മൾ അപകടങ്ങൾ പ്രതീക്ഷിക്കണം. ബന്ധങ്ങൾ മുറിഞ്ഞാൽ ബന്ധം മുറിക്കുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ അല്ലാഹു തആല ശിക്ഷ കൊടുക്കുമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാമിൻ ദംബിൻ അഖ്റാ അൻ യുഅജ്ജിലല്ലാഹു അസ്സ വജല്ല ലിസ്വാഹിബിഹി. ഒരൊറ്റ ദോഷവും ഇല്ല, ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുന്ന ഒരു ദോഷവും ഇല്ല. മഅമാ യദ്ഖറു ലഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ അതിനുള്ളത് സൂക്ഷിക്കുന്നതോടൊപ്പം ദുനിയാവിൽ നേരത്തെ തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുന്ന ഒരു കാര്യവും ഇല്ല. മിനൽ ബഗി, അക്രമം ചെയ്യുന്നതിനേക്കാൾ. അതിൽപ്പെട്ട ഒരു കാര്യമാണ് അക്രമം. അക്രമം ചെയ്ത അതിനുള്ള തനി പകരം ഇവിടെ തന്നെ കിട്ടും. ആരോട് അക്രമം ചെയ്താലും, ഏതൊരാളോട് അക്രമം ചെയ്താലും അതിനുള്ള പകരം ഇവിടെ തന്നിട്ടേ അല്ലാഹു തആല കൊണ്ടുപോകുള്ളൂ. അതത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഏത് മനുഷ്യനാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഏത് വർഗമാകട്ടെ, ഏത് മതക്കാരാകട്ടെ, ഒരാളോടും ദുൽമ ചെയ്യാൻ പാടില്ല. ദുൽമിനുള്ള ശിക്ഷ അള്ളാഹു നേരത്തെ തരും. മരിക്കുന്നതിന്റെ മുമ്പ് ആ ശിക്ഷ അനുഭവിച്ചിട്ടേ മരിക്കും. അക്രമം ചെയ്ത ആളുകൾക്കൊക്കെ അള്ളാഹു തആല അങ്ങനെ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ശിക്ഷ, ഒരാൾക്ക് മാത്രമൊന്നുമല്ല. മുസ്ലിം രാജാവായി ഭരണം നടത്തിയിരുന്ന ഒരു രാജാവല്ലേ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആളാ. നമ്മൾ ഇന്ന് ഓതുന്ന ഖുർആൻ ഷരീഫിലെ ഹർക്കത്തുകളൊക്കെ ഇട്ട് ഖുർആനെ ഭംഗിയാക്കിയത്, റെഡിയാക്കിയത് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. ആ ഖുർആൻ നോക്കിയിട്ടല്ലേ നമ്മൾ ഖുർആൻ ഓതുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന കഅബ, അവസാനമായി ആ കഅബ പുനരുദ്ധാരണം നിർവഹിച്ച ആളും ഹജ്ജാജാണ്. പക്ഷെ ആ ഹജ്ജാജ് ചെയ്ത ദുൽമിന് മരിക്കുന്നതിന്റെ മുമ്പ് ഹജ്ജാജ് അനുഭവിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. ഒരുപാട് സ്വഹാബിമാരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അവസാനം അദ്ദേഹം കൊലപ്പെടുത്തിയ പണ്ഡിതനാണ്, താബിഈ പണ്ഡിതനാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ മഹാനവറുകൾ പറഞ്ഞു, പടച്ചോനെ, എന്റെ മേത്ത് കത്തിവെക്കുന്ന ഈ മനുഷ്യന്
ഇനി ഒരാളെയും കൊല്ലാനുള്ള അവസരം നീ ദുനിയാവിൽ കൊടുക്കരുത്. അന്നു മുതൽ ഹജ്ജാജ് ബിൻ യൂസുഫിന് പേടിയാണ്. രാത്രി കിടക്കാൻ നോക്കുമ്പോ ഹജ്ജാജ് പേടി കൊണ്ട് ഇങ്ങനെ വിറക്കും. കൂടുള്ളവർ ചോദിക്കും എന്താണ് എന്ന്. എന്റെ മുന്നിൽ വന്നിട്ട് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്നെ ഭീതിപ്പെടുത്തുന്നു. ശരീരമാസകലം എനിക്ക് വേദന വരുന്നു, അസഖ്യമായ വേദന. ഏത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഫലമില്ല. ചെറിയൊരു വേദനയൊന്നുമല്ല ഞാൻ അനുഭവിക്കുന്നത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയതും അതുപോലെ തന്നെ മറ്റു മഹാന്മാരായ പലരെയും ക്രൂശിച്ചതും റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന്റെ മുമ്പ് ഹജ്ജാജ് ബിൻ യൂസുഫിന് കടുത്ത വേദന നൽകി. അസഹ്യമായ വേദന. ദിവസങ്ങളോളം സഹിക്കാതെ അയാൾ കിടന്നു ഉരുളുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴും വേദനയാണ്. ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത്, ഹജ്ജാജ് ബിൻ യൂസുഫ് പറയുന്നത്, സഈദ് ബിൻ ജുബൈറിന്റെ പ്രാർത്ഥന എനിക്ക് പറ്റിപ്പോയി. അതേ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പിന്നൊരാളെ ശരീരത്തിലും കത്തിവെക്കാൻ അക്രമിയായ രാജാവിന് അല്ലാഹു അവസരം നൽകിയിട്ടില്ല. ഒരാളോടും അക്രമം ചെയ്യരുത്. അതെത്ര ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും അക്രമത്തിന്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും. ലാ തളിമന്ന ഇദാ മാ കുന്ത മുഖ്തദിറാ ഫള്ളുൽ മുയർജിഉ ഖബാഹു ഇലൻ നദമി. അക്രമം ചെയ്യരുത്. എത്ര കഴിവുള്ള ആളാണെങ്കിലും ഒരാൾക്കും ദുൽമ ചെയ്യരുത്. സ്വാധീനവും കഴിവൊക്കെ അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല നിലക്ക് നടക്കാനാണ്. വേറെ ആരെങ്കിലും തോൽപ്പിക്കാനോ അക്രമം ചെയ്യാനോ ഇടങ്ങേറാക്കാനോ അല്ല. ആ അക്രമത്തിന്റെ ഭവിഷ്യത്ത് മരിക്കുന്നതിന്റെ മുമ്പ് നീ അനുഭവിക്കും. പെട്ടെന്നല്ലേ പലരും അക്രമത്തിന്റെ അനുഭവം അനുഭവിച്ചത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്കിട്ട നമ്രൂദ് എത്ര ദിവസമാണ് തലവേദന കൊണ്ട് പൊളഞ്ഞത്. അസഖ്യമായ തലവേദന, സഹിക്കാൻ കഴിയാത്ത തലവേദന കൊണ്ട് ഉരുണ്ട് മറിയായിരുന്നു. അടുത്ത് നിൽക്കുന്ന മകള് പറഞ്ഞു, വാപ്പാ തലവേദന മാറണമെങ്കിൽ അള്ളാഹുൽ വിശ്വസിച്ചോളൂ, ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ചോളൂ. അതിനെ അയാള് കേൾക്കൂല, അതിനെ അയാൾ തുനിയൂല. അത് നീ പറയണ്ടെന്ന് പറയും. കടുത്ത വേദനയല്ലേ അനുഭവിച്ചത്. അവസാനം തല തല്ലിപ്പൊടിക്കാനാണ് അയാൾ പറഞ്ഞത്. ഒരു മേട്ടി എടുത്തിട്ട് ഒരു ചുറ്റിക പോലത്തെ സാധനം എടുത്തിട്ട് തലക്ക് മേടാൻ, തലവേദന മാറാൻ വേണ്ടിയിട്ട്. ചെറിയ അക്രമൊന്നുമല്ല അയാൾ നടത്തിയത്. എല്ലാവർക്കും അള്ളാഹു പകരം കൊടുത്തിട്ടുണ്ട്. ഒരാൾക്കും ഒരു ദുൽമും ചെയ്യരുത്, അക്രമാർക്കും ചെയ്യരുത്, അനീതി ആർക്കും ചെയ്യരുത്. അത് ഏറ്റവും പേടിക്കേണ്ട ഒരു വിഷയമാണ്. അനുഷർവാൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു പഴയകാലത്ത്. നല്ല രാജാവാണെന്നാ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. മുസ്ലിം ഒന്നുമല്ല. ആ അനുഷർവാൻ ഭരിക്കുന്ന സമയത്ത്, വേട്ടയാടി വരുന്ന സമയത്ത് അദ്ദേഹം ഒരു റുമ്മാൻ തോട്ടം കണ്ടു. നല്ല പഴുത്ത് നിൽക്കുന്ന റുമ്മാനൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം. അപ്പൊ ഏതായാലും ക്ഷീണല്ലേ, ഒന്ന് കയറിയിട്ട് ഒന്ന് രണ്ട് റുമ്മാൻ തിന്നു പോകാന്ന് കരുതിയിട്ട് രാജാവല്ലേ തോട്ടത്തിലേക്ക് കയറി. അവിടെ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ റുമ്മാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. നല്ല റുമ്മാൻ പറിച്ച് രാജാവിന് കൊടുത്തു. അത് പൊടിച്ച് രാജാവ് ഭക്ഷിച്ചു നോക്കുമ്പോ എന്തൊരു ടേസ്റ്റ്, എന്തൊരു മധുരം, എന്തൊരു നീര്. ദാഹമൊക്കെ പോയി, ക്ഷീണൊക്കെ മാറി, നല്ല രുചിയുള്ള റുമ്മാൻ. രാജാവിന്റെ മനസ്സിൽ തോന്നിപ്പോയി, ഈ തോട്ടം കൈയടക്കിയാലോ തോന്നിപ്പോയി. മനസ്സിൽ അങ്ങനെ തോന്നി. രാജാവല്ലേ, സ്വാധീനം ഉണ്ടല്ലോ, ഈ തോട്ടം ഒന്ന് കയ്യിലടക്കിയാലോ എന്ന് തോന്നിപ്പോയി. തോന്നിയപ്പോ രാജാവിന് പിന്നെ മനസ്സിൽ വന്നു, ഈ റുമ്മാന് മാത്രമാണ് ഇങ്ങനെ രുചി, വേറെ റുമ്മാനൊന്നും ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിയ വെറുതെ ആകൂലേ. ഈ ചിന്തയും മനസ്സിൽ വെച്ചിട്ട്, ഈ അക്രമ ചിന്തയും മനസ്സിൽ വെച്ചിട്ട് രാജാവ് പറഞ്ഞു, ഒരു റുമ്മാനും കൂടി കൊണ്ടുപോവാ മോനെ. രണ്ടാമത്തെ റുമ്മാൻ കൊണ്ടുവന്നപ്പോ അത് പഴുത്തിട്ടുമില്ല, അതിന് നീരുമില്ല, ഒരു ഭക്ഷിക്കാനും യോഗ്യമല്ലാത്ത രീതിയിൽ ഒരു ചവർപ്പ് മാത്രം. ഇതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു ആ കുട്ടിയോട്. ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇതെന്താ അങ്ങനെ. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു,
ലഅല്ലൽ മലിക അസമ അലൽ ദുൽമി, രാജാവ് എന്തെങ്കിലും അക്രമം കരുതിയിട്ടുണ്ടാകും, അതിനനുസരിച്ച് റുമ്മാന്റെ ടേസ്റ്റ് മാറിയതായിരിക്കും. നോക്ക് നിങ്ങൾ, രാജാവിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു അക്രമ ചിന്ത വന്നിട്ടുണ്ടാകും. ഞാൻ പറിച്ച റുമ്മാനൊക്കെ നല്ല റുമ്മാനാ, പക്ഷെ നിങ്ങളെ കയ്യിൽ അത് കിട്ടിയപ്പോഴേക്ക് അതിന്റെ അവസ്ഥ മാറിയില്ലേ? മനസ്സിൽ വന്ന ചിന്ത അക്രമത്തിന്റെ ചിന്തയാണ്. അക്രമത്തിന് അല്ലാഹു തന്ന തിക്ത ഫലമാണ്. അപ്പൊ രാജാവ് ഒന്നുകൂടി ചിന്ത പുതുക്കി, വേണ്ട, തോട്ടൊക്കെ ഇയാള് ജോലി ചെയ്ത് ജീവിച്ചോട്ടെ, ഇതൊന്നും കയ്യിലടക്കണ്ട, ഇതൊന്നും എടുക്കണ്ട, നമ്മളെ വാട്ടിന് പോകുന്ന സമയത്ത് ചിന്തൊക്കെ നന്നാക്കിയിട്ട് രാജാവ് പറഞ്ഞു, ഒരു റുമ്മാനും കൂടി കൊണ്ടുവന്നു. മൂന്നാമത്തെ റുമ്മാൻ കൊണ്ടുവന്നപ്പോ ആദ്യം തിന്ന റുമ്മാനേക്കാളും ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്, നല്ല നീരുണ്ട്, മധുരണ്ട്. ചെറുപ്പക്കാരനോട് ഇതെന്താ മോനെ എങ്ങനെ? കുട്ടി പറഞ്ഞു, ലഅല്ലൽ മലിക താബ അനിൽ ദുൽമി, രാജാവ് അക്രമ ചിന്തയിൽ നിന്നൊക്കെ മാറി നല്ല മനസ്സ് രാജാവിന് വന്നിട്ടുണ്ടാകും, അപ്പൊ റുമ്മാന് ടേസ്റ്റ് കൂടിയതാണ്. അക്രമം ചെയ്യരുത്, ഏത് നാട്ടിലാണെങ്കിലും അക്രമം ചെയ്യരുത്. അക്രമം ചെയ്ത ആളുകൾക്ക് അവിടെ എത്ര അനുഭവിച്ചു എന്നറിയങ്ങൾ, നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ട അനുഭവം. നല്ലോണം വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്നിരുന്ന കഫീലെ അറബി, ആ അറബിനെ ദുൽമ് ചെയ്ത് പറ്റിച്ച് ഇവിടെ വന്നിട്ട് രോഗഗ്രസ്തനായി കിടന്നിട്ട് ചീഞ്ഞളിഞ്ഞ അവസ്ഥയിലായിട്ട് എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്ന് പോയി ചോദിച്ചു നോക്കുമ്പോ, നിസ്കരിക്കുന്ന നോമ്പ് നല്ല ആളാണ്, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? ഒരു ട്രീറ്റ്മെന്റും നിങ്ങൾ ഫലിക്കുന്നില്ലല്ലോ. അവസാനം അദ്ദേഹം തുറന്നു പറഞ്ഞു, എന്റെ രോഗം മാറണാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം എല്ലാരും. നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കഴിയെങ്കിൽ എന്റെ ഒരു കഫീലുണ്ട്, കഫീൽ വിദേശത്ത്, ആ കഫീലിന് എന്റെ വിഷയമൊക്കെ ഒന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം. ഒരുപാട് ഞാൻ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ട്. ചതിന്റെ തിക്തഫലം മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല കൊടുത്തതാണ്. കാണാൻ വരുന്ന ആൾക്കാരൊക്കെ മൂക്ക് പൊത്താണ്, ശരീരത്തിൽ നിന്ന് ദുർഗന്ധ വാസന കൊണ്ട്, വേദന കൊണ്ട് ആ മനുഷ്യൻ പൊളയുകയാണ്. ഒരാൾക്കും ദുൽമ ചെയ്യരുത്, ഒരാൾക്കും അക്രമം ചെയ്യരുത്. അതിന്റെ ശിക്ഷ മരിക്കുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ അല്ലാഹു തരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഖതീഅത്തുർ റഹിം, കുടുംബ ബന്ധം ശിഥിലമാക്കുന്നതിന്റെ ശിക്ഷയും ദുനിയാവിൽ വെച്ച് തരും. ബന്ധം മുറിക്കരുത്, ബന്ധം മുറിക്കുന്നതിന്റെ ശിക്ഷ ഇവിടെ തരും. എത്ര കടുപ്പത്തിലാണ് വിധങ്ങൾ പറഞ്ഞത്. ഖാതിഉർ റഹ്മി മൽഊൻ, കുടുംബബന്ധം വിച്ഛേദിച്ചവൻ ആക്ഷേപിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാണ്. വലൗ മാത ഫീ ജൗഫിൽ കഅബ, കഅബന്റെ ഉള്ളിൽ കടന്നു മരിച്ചാലും ശരി. കഅബന്റെ ഉള്ളിൽ സഹോദരങ്ങളെ, അത് സ്വർഗമല്ലേ? സ്വർഗമായി അല്ലാഹു തീരുമാനിച്ച ഇടമല്ലേ? ആ കഅബന്റെ ഉള്ളിൽ കടന്നിട്ടാണ് ഇവൻ മരിക്കുന്നതെങ്കിലും ബന്ധം ശിഥിലമാക്കിയവനാണോ? അവന്റെ കയ്യിൽ സമ്പത്തുണ്ട്, ഇനി അവര് മിണ്ടിയിട്ടില്ലെങ്കിൽ എന്താ? അവര് നമ്മളോട് സഹകരിച്ചിട്ടില്ലെങ്കിൽ എന്താ? നമുക്ക് മക്കളുണ്ട്, കുടുംബാംഗങ്ങൾ പലരുണ്ട്, അവരോടൊന്നും ബന്ധം പുലർത്തണ്ട. ഏതെങ്കിലും ബന്ധം പുലർത്തേണ്ട തലങ്ങളിലുള്ള ഒരു ബന്ധുവിനോട്, സഹോദരനാകാം, സഹോദരിയാകാം, ബാപ്പയുടെ കുടുംബമാകാം, ഉമ്മയുടെ കുടുംബമാകാം, നിങ്ങൾക്ക് കാണാനും തൊടാനും പറ്റിയ അടുത്ത ബന്ധുക്കളിൽ ഏതെങ്കിലും ഒരു ബന്ധുവിനോട് വിച്ഛേദം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം, പറഞ്ഞു പൊരുത്തപ്പെടിക്കണം. വല്ലാത്ത ഒരു സംഗതിയാണ്. കുടുംബബന്ധം ശിഥിലമാക്കുന്നത് വല്ലാതെ പേടിക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആനിൽ അല്ലാഹു തആല 3 സ്ഥലങ്ങളിലാണ് കുടുംബബന്ധം മുറിക്കുന്നവനെ ശപിച്ചത്. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, തന്റെ ബാപ്പ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു എപ്പോഴും എന്നോട് പറയാറുണ്ട്, മോനെ ലാ തുസാഹിബ് ഖാതിയ റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവനോടുകൂടെ നീ നടക്കരുത്, അവനോടുകൂടെ സഹകരിക്കരുത്, അവന്റെ കൂടെ ഇരിക്കരുത്. ഫഇന്നി വജത്തുഹു മൽഊനം ഫീ കിതാബില്ലാഹി ഫീ സലാസതി മവാദിഅ, 3 സ്ഥലങ്ങളിൽ അള്ളാന്റെ ഖുർആനിൽ അള്ളാഹു ശപിച്ച കൂട്ടരാണ് കുടുംബബന്ധം മുറിച്ചവൻ. അങ്ങനത്തെ ഒരാളെ നീ കൂട്ടുകാരനാക്കരുത്, അവന്റെ കൂടെ നീ ജീവിക്കരുത്, അവനോടൊപ്പം നീ സഹവസിക്കരുത്. സുബ്ഹാനല്ലാഹ്.
കുടുംബബന്ധം മുറിച്ച ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ നോക്ക് നിങ്ങൾ. എത്ര കടുപ്പമാണ് അള്ളാന്റെ ലഅനത്ത് എന്ന് പറയുന്നത്. പടച്ച റബ്ബിന്റെ ഒരൊറ്റ ലഅനത്തല്ലേ ഇബ്ലീസിന് കിട്ടിയത്. ആ ഇബ്ലീസ് എത്ര വലിയ ആളായിരുന്നു. മലക്കുകളോടൊപ്പം ജീവിച്ച ആളായിരുന്നില്ലേ? ഒരുപാട് ഇബാദത്ത് അല്ലാഹുവിന് നിർവഹിച്ച ആളല്ലേ? അവരോടൊപ്പം അല്ലാഹുവിന് ഇബാദത്തെടുത്ത ആളല്ലേ? സ്വർഗത്തിൽ ജീവിച്ച ആളല്ലേ? അള്ളാന്റെ ലഅനത്ത് ഇബ്ലീസിന് വന്നതിന് ശേഷം ഖിയാമത്ത് നാളോടത് തീരുന്നുണ്ടോ? ഇല്ല. പുനർജീവിത ദിവസം വരെ ഇബ്ലീസിന് ശാപമാണ്. അള്ളാന്റെ ശാപം തട്ടിയാൽ, പടച്ച റബ്ബിന്റെ ലഅനത്ത് കിട്ടിയാൽ പിന്നെ നന്നാകാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ബന്ധം മുറിക്കരുത്. ബന്ധം ഒരിക്കലും മുറിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്ത് കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത്, സംഗമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ മാശറൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹമേ, ഇത്തഖുല്ലാഹ വസിലുൽ അർഹാം, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. അതിന്റെ ഒരു ഭാഗമാണ് കുടുംബബന്ധം നിങ്ങൾ ചേർക്കണം. ഫഇന്നഹു ലൈസ മിൻ സവാബിൻ അസ്റഉ മിൻ സിലത്തിർ റഹിം, കുടുംബബന്ധം ചേർക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു സവാബും വേറെയില്ല. കുടുംബക്കാർക്ക് ബന്ധം പുലർത്തിയാൽ എത്ര വലിയ പ്രതിഫലമാ കിട്ടുന്നതെന്നറിയും. എല്ലാവരും ചോദിച്ചാൽ വേണമെന്ന് പറയുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക പുരോഗതി. ആർക്കത് വേണ്ടാത്തത്? എല്ലാവർക്കും വേണം സാമ്പത്തിക പുരോഗതി. നല്ല നിലക്ക് നമ്മളും നമ്മളെ മക്കളും കുടുംബങ്ങളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥ എല്ലാവർക്കും അത് വേണം. ദീർഘായുസ് ആവശ്യമില്ലാത്ത ആൾക്കാരാരാ നമ്മളെ കൂട്ടത്തിൽ? എല്ലാവർക്കും വേണം. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു മാർഗം, അത് കുടുംബബന്ധം പുലർത്തലാണ്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ്. എല്ലാ റിസ്ഖിലും വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ, വിശാലത ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല. സാമ്പത്തികമായി പുരോഗതി വേണം. ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമല്ലോ. കുടുംബത്തിനും സമൂഹത്തിനും ദീനിനും വ്യക്തിപരമായി ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റുമല്ലോ സമ്പത്ത് കൂടുതൽ ഉണ്ടായാൽ. വയുൻസഅലഹു ഫീ അസരിഹി, അവന്റെ ജീവിതത്തിൽ അവന് ദീർഘായുസ് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഫല്യസിൽ റഹിമഹു, ബന്ധം ചേർക്കട്ടെ, കുടുംബബന്ധം പുലർത്തട്ടെ. പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ്. ഏറ്റവും പെട്ടെന്ന് തവാബ് ലഭിക്കുന്ന ഒരു കാര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇയ്യാകും വൽ ബഗ്യ, അക്രമം നിങ്ങൾ സൂക്ഷിക്കണം. പെട്ടെന്ന് ശിക്ഷ ലഭിക്കുന്ന കാര്യം അക്രമമാണ്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് സൂക്ഷിക്കണം. ഫഇന്ന റീഹൽ ജന്നതി യൂജദു മിൻ മസീറതി അൽഫി ആമിൻ, 1000 കൊല്ലത്തിന്റെ വൈദൂരം അപ്പുറം അടിച്ചു വീശുന്ന സുഗന്ധമാണ് സ്വർഗീയ സുഗന്ധം. പക്ഷേ ലാ യജിദുഹാ അഖുൻ വലാ ഖാതിഉ, കുടുംബബന്ധം മുറിച്ചവനും മാതാപിതാക്കളെ വെറുപ്പിച്ചവനും സ്വർഗത്തിന്റെ പരിമളം അനുഭവിക്കൂല. പിന്നെയല്ലേ സ്വർഗത്തിൽ പ്രവേശിക്കല്. അവന്റെ ശിക്ഷകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈമാൻ നിലനിൽക്കുന്ന രൂപത്തിലാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാം. അതേ സമയത്ത് അതും ഇല്ലേ എന്നാ പിന്നെ നരകത്തിൽ തന്നെ കടക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏത് സദസ്സിൽ ഒരുമിച്ച് കൂടിയാലും സഹാബത്തിനോട് പറയും, കുടുംബബന്ധം മുറിച്ച ആൾക്കാരുണ്ടെങ്കിൽ എണീറ്റ് പോണെന്ന് പറയും. ഏത് മജ്ലിസിൽ കൂടിയാലും, ഏത് സദസ്സ് മഹാനവറുകളുടെ മുന്നിൽ വന്നാലും പറയും, ഉഖ്റുജ് അലാ ഖാത്തി റഹ്മിൻ, ഖാത്തി റഹ്മ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകണം, അവര് എന്റെ മുന്നിൽ വന്നിരിക്കരുത്. ഒരു ദിവസം ഇത് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റുപോയി. അദ്ദേഹം നേരെ പോയി. ആരടുത്തേക്കാ പോകുന്നത് എന്നറിയോ? തന്റെ ഉപ്പയുടെ സഹോദരിയുടെ അടുത്തേക്കാ പോകുന്നത്. നമ്മളെ നാട്ടിലൊക്കെ അമ്മായി, ഇവിടെ അമ്മായി അറിയില്ലേ? അറിയില്ലേ? ഇവിടെ അമ്മായി അറിയില്ലേ? കുഞ്ഞിമ്മ, കുഞ്ഞിമ്മയിക്കോട്ടെ. ഉപ്പാന്റെ സഹോദരി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവും. ഉപ്പാന്റെ സഹോദരിയുടെ അടുത്തേക്ക് പോയി. അവിടെ എത്തിയിട്ട് അപ്പൊ സഹോദരി ചോദിച്ചു, മാജാ ബിക ഇബ്ന അഖി, എന്റെ സഹോദരന്റെ മകനെ നീ എന്തിനാ വന്നത്? കുറെ കാലമായല്ലോ വീട്ടിലേക്ക് വന്നിട്ട്, എന്നോട് ബന്ധം പുലർത്തിയിട്ട്.
അദ്ദേഹം പറഞ്ഞു, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിരുന്നു, ഇൽമു കേൾക്കാൻ വേണ്ടി പോയിരുന്നതാണ്. പക്ഷേ ഞങ്ങളെ സദസ്സിലുള്ളവരോട് മഹാൻ പറഞ്ഞു, ബന്ധം മുറിച്ചവർ എഴുന്നേറ്റ് പോകണം, അവരാരും ഇവിടെ ഇരിക്കരുത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നതാണ്. നിങ്ങൾ നേരെ പോയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അതിന്റെ വിഷയമൊന്നും എനിക്ക് പഠിക്കാനാണ്. ഉപ്പാന്റെ സഹോദരനെ ഉപ്പാന്റെ സഹോദരനെ പറഞ്ഞയച്ചു, സ്വന്തം സഹോദരന്റെ മകനെ പറഞ്ഞയച്ചു. നിങ്ങൾ പോയിട്ട് ഇതിന്റെ വിഷയം ചോദിക്കണം. എന്തേ സദസ്സിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞത്? എല്ലാ സ്ഥലങ്ങളിലും കുടുംബസംഗമം നടത്തും. നല്ല രൂപത്തിലാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതിൽ നിർവഹിക്കേണ്ട ഏറ്റവും നല്ല ദൗത്യം എന്താ പറയുക? നിങ്ങൾ മുറിഞ്ഞു പോയ ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതാ സദസ്സിന്റെ മുന്നിൽ വെച്ച് സ്റ്റേജിൽ വെച്ചിട്ട് പോരായ്മകളൊക്കെ തീർത്തിട്ട് പരിഹരിക്കാണ് വേണ്ടത്. അല്ലാതെ ഭക്ഷണം കുശാലായി കഴിച്ച് പിരിയുന്നതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അത് ഇപ്പോൾ ഇവിടുന്ന് കിട്ടൂലേ? കുടുംബസംഗമം വലിയ പോസ്റ്റർ അടിച്ചിട്ട് സംഗമം കൂടും. ചില സംഗമങ്ങളിലാണെങ്കിൽ ഒരിക്കലും പറ്റാത്ത രീതിയിലുള്ള അനാവശ്യ പരിപാടികൾ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത ആണും പെണ്ണും അവരൊക്കെ ബന്ധം പുലർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിക്കുന്ന, കൈകൊട്ടി പാടുന്ന, എന്തൊക്കെയോ കൂത്താടുന്നത്, അത് സഹിക്കാൻ പറ്റാത്തതാണ്, അത് അനുവദിക്കാത്തതാണ്. അതേ സമയത്ത് കുടുംബസംഗമത്തിൽ കുടുംബത്തിന്റെ തായ്വേരുകളൊക്കെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അന്വേഷിക്കണം, ഏതെങ്കിലും ആൾക്കാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടോ? പിണങ്ങി നിൽക്കുന്നുണ്ട്. ആരാ? അത് നമ്മളെ ഉപ്പാന്റെ സഹോദരന്റെ 2 മക്കൾ, അവർ തമ്മിൽ വലിയ പിണക്കത്തിലാണ്. പിണക്കൊന്ന് മാറ്റണം. എന്താ അതിന് വേണ്ടത്? അതിന് അവരോടൊന്ന് സംസാരിക്കണം. 2 ആളോട് സംസാരിച്ചു, മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അതോടുകൂടെ ആ പിണക്കങ്ങളൊക്കെ തീർന്നവർ നന്നായി. അതാണ് സംഗമത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് അതിൽ വേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോയി ചോദിക്കുക, എന്താണ് ഇതിന്റെ കാരണം? ആ സഹോദരന്റെ മകൻ പോയി ചോദിച്ചു, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ബന്ധം മുറിച്ചത് കൊണ്ട് എന്റെ ഉപ്പാന്റെ സഹോദരിയുടെ അടുത്തേക്ക് ഞാൻ പോയി, അവരെന്നെ തിരിച്ചയച്ചു. എന്തിനാണ് നിങ്ങൾ എഴുന്നേറ്റ് പോകാൻ പറയുന്നത്? മഹാനവർകൾ പറഞ്ഞു, ഒന്നിനും അല്ല, ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തൻസിലു അലാ ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മിൻ, ഒരൊറ്റ ബന്ധവിച്ഛേദിയുള്ള സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. ഒരു കുടുംബത്തിൽ കുറെ ആളുകൾ താമസിക്കുന്നു ഒരു വീട്ടില്, പക്ഷേ ആ വീട്ടിൽ ബന്ധം മുറിച്ചൊരു വ്യക്തിയുണ്ട് എന്ന് കൂട്ടിക്കോളൂ, അള്ളാഹിന്റെ റഹ്മത്ത് നമ്മുടെ വീടുകളിൽ ഇറങ്ങണ്ടേ, നമ്മുടെ സദസ്സുകളിൽ ഇറങ്ങണ്ടേ, നമ്മുടെ ജുമുഅയിലും ജമാഅത്തിലും ഒക്കെ വരണ്ടേ, പ്രാർത്ഥനാ മജ്‌ലിസിൽ വരണ്ടേ, നമ്മൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ നല്ല സംഗമങ്ങളിലും വരണ്ടേ. ബന്ധം മുറിച്ചവർ അവിടെ ഇല്ലാതിരിക്കണം. ഒരൊറ്റ ആള് ഉണ്ടായാൽ മതി. ഫീഹിം ഖാതിഉ റഹ്മിൻ, ഒരു ബന്ധവിച്ഛേദിയുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് അവിടെ ഇറങ്ങൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് വന്നിരിക്കുന്നവരോടൊക്കെ ഞാൻ ഇത്രയും കർശനമായി ഉണർത്തിയത്. അതുകൊണ്ട് നേരെ പോയിട്ട് നിങ്ങൾ പൊരുത്തപ്പെടിച്ച് വരണം. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഉപ്പാന്റെ സഹോദരിയോട് പറഞ്ഞു, ഇതാണ് കാര്യം. അതത്ര ഗൗരവമുള്ള കാര്യമാണോ? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു, നന്നാകുന്നു. സുബ്ഹാനല്ലാഹ്. നന്നായതിനു ശേഷം തിരിച്ചു വന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ തന്നെ ഇരിക്കുന്നു. സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ മുറിയാൻ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. അത് മുറിച്ചു കൊണ്ടുപോവുകയായിരിക്കും പിശാചിന്റെ പ്രധാനപ്പെട്ട മാധ്യമം. മുറിച്ചു കൊണ്ടുപോകുന്ന സ്വഭാവമായിരിക്കും പ്രധാനപ്പെട്ട മാധ്യമം. കുടുംബ ബന്ധം നിലനിൽക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിട്ടുവീഴ്ച മനോഭാവമാണ്. മാപ്പ് കൊടുക്കാൻ കഴിയണം. ഇപ്പൊ കഴിഞ്ഞല്ലോ റമളാൻ മാസത്തിലൊക്കെ എല്ലാവരും ദ്വാരക്കുന്ന കേൾക്കുമ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, പടച്ചോനെ, ആൾക്കാരൊക്കെ എത്ര കണ്ണീരൊലിപ്പിച്ച് എത്ര സങ്കടത്തോടെയാണ്, എത്ര മനസ്സറിഞ്ഞാണ് അള്ളാഹിനോട് ദ്വാരക്കുന്നത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പടച്ചോനെ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അത് ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്കും നീ ഒന്ന് പുറത്തു തരണം.
അപ്പൊ അല്ലാഹു തആല ഇവനോട് ചോദിക്കുന്നുണ്ട്, എടോ നിന്റെ സഹോദരനൊന്ന് മാപ്പായി കൊടുത്തൂടെ, എന്നാ ഞാൻ വേഗം പുറത്തു തരും. അതിനാകൂല. നിന്റെ പെങ്ങൾക്കൊന്ന് മാപ്പായി കൊടുത്തൂടെ, നിന്റെ മകനൊന്ന് മാപ്പായി കൊടുത്തൂടെ. മക്കളുമായിട്ട് കണക്ഷൻ വേർപ്പെടുത്തിയ മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്. മാതാപിതാക്കൾ മക്കളുമായിട്ട് കണക്ഷൻ വേർപ്പെടുത്താനുള്ള കാരണം പലതും ഭൗതിക ലോകത്തെ പുരോഗതികളിൽ അവർക്ക് വന്ന നഷ്ടം കൊണ്ടാണ്. ഒരു ബാപ്പ മകനെ വീട്ടിൽ തന്നെ കയറ്റാറില്ല. ആ ബാപ്പ മകന് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് 1 ലക്ഷം കൊടുത്തു. ഒരു കച്ചവടം ചെയ്തിട്ട് നന്നാകട്ടെ എന്ന് കരുതിയിട്ട് അതിനുള്ള കാര്യങ്ങൾ കൊടുത്ത്. പക്ഷെ കച്ചവടം പൊട്ടിപ്പോയി, ഏറെ കടം വന്നു. കടം വന്നപ്പോ ബാപ്പ പറഞ്ഞു, ഇനി വീട്ടിലേക്ക് നീ കയറണ്ട. അദ്ദേഹം പിന്നെ ബാക്കി കുടുംബക്കാരോട് പോയി താമസിക്കും. അതല്ല അതിന്റെ മാർഗം. നമുക്ക് വലുത് 1 ലക്ഷം അല്ലെങ്കിൽ നമ്മളെ മോനോ. 1 ലക്ഷം നമുക്ക് വലുത്, എന്നാ പിന്നെ അതാദ്യം ഉണ്ടാക്കിയപ്പോ ഒരു മോനെ ഉണ്ടാക്കണ്ടില്ലെന്നല്ലോ. ആ മകനാണ് വലുത്. ആ മകനിൽ സംഭവിച്ച വീഴ്ച മാപ്പായി കൊടുത്തിട്ട് അവനെ ഒന്നുകൂടി നന്നാക്കിയെടുത്തിട്ട് കച്ചവടത്തിന്റെ മെത്തേഡുകളൊക്കെ പഠിപ്പിച്ച് നല്ല രൂപത്തിലേക്ക് അവനെ പറഞ്ഞയക്കണം. അവനെ ആക്ഷേപിച്ചു വിടരുത്, കുറ്റം പറഞ്ഞു വിടരുത്. നീ ഒരു കാലത്ത് നന്നാകൂല എന്ന് പറയരുത്. എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം വന്നാൽ വാപ്പാര നാവുന്നൊന്നും അങ്ങനത്തെ വാക്ക് വരരുത്. പിന്നെ നിങ്ങൾ ഏത് മക്ബറെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, ആ കുട്ടി നന്നാകാൻ വലിയ പ്രയാസമാണ്. ആ ചെറുപ്പക്കാരും കുടുംബം നന്നാകാൻ വലിയ പ്രയാസമാണ്. നമുക്ക് വന്നതെന്താണ്? ഒരു സാമ്പത്തിക നഷ്ടം വരും. അങ്ങനെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാം. ചിലപ്പോ ഈ ഈ ചെറുപ്പക്കാരനായിരിക്കില്ല അതിന്റെ ഉത്തരവാദി. അവന്റെ കൂടെ പലരും വന്നിട്ടുണ്ടാവും, അതിന് കടബാധ്യത വരുത്തിയിട്ടുണ്ടാവും. ശപിക്കരുത്, ആക്ഷേപത്തിന്റെ പ്രാർത്ഥന നടത്തരുത്, നന്നാക്കി എടുക്കണം. എന്തെങ്കിലും ആക്ഷേപത്തിന്റെ വാക്കുകളോ എന്തെങ്കിലും കുരുത്തം കെട്ട രീതിയിലുള്ള പ്രയോഗങ്ങളോ നടത്തിയോ? ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ 10 മക്കള്, യാക്കൂബ് നബിക്ക് എത്ര വലിയ സങ്കടമുള്ള കാര്യം ചെയ്തത്. 16-ാമത്തെ വയസ്സിൽ യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകനെ സ്വന്തം അടുത്ത് നിന്ന് അടർത്തിയെടുത്തു കൊണ്ടുപോയി. പാപ്പാന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയല്ലേ മക്കളത് ചെയ്തത്. എന്താണ് ഈ സഹോദരങ്ങൾ പറഞ്ഞത്? നമുക്ക് യൂസുഫിനെ ബാപ്പയിൽ നിന്ന് അടർത്തിയെടുക്കണം, എന്നാലേ ബാപ്പാന്റെ അടുത്ത് നമുക്ക് സ്നേഹം കിട്ടുള്ളൂ, പരിഗണന കിട്ടുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ആ കൂട്ടത്തിലുള്ള ആളുകൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്വന്തം ചേട്ടന്മാരുടെ കൂട്ടത്തിൽ നിന്ന് 1-2 ആളുകൾ കൊല്ലണമെന്ന് പറഞ്ഞില്ലേ? കൊന്നുകളയാ നമുക്ക്, എന്നാ പിന്നെ പ്രശ്നമില്ലാന്ന്. പക്ഷേ വേറൊരു സഹോദരൻ പറഞ്ഞു, കൊല്ലണ്ട, തൽക്കാലം ബാപ്പയുടെ കണ്ണിൽ നിന്ന് മറച്ചാ പോരെ, ഏതെങ്കിലും ഒരു കിണറ്റിൽ കൊണ്ടുപോയി നമുക്ക് ഉപേക്ഷിക്കാം. പോകുന്ന വഴിയാത്രക്കാരെങ്കിലും പെറുക്കിയെടുത്ത് കൊണ്ടുപോയേക്കും. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോകാൻ എത്രയാണ് അവർ പറഞ്ഞു ഉപ്പയെ വിശ്വസിപ്പിച്ചത്. യൂസുഫിന് വല്ലതും സംഭവിച്ചാ പിന്നെ ഞങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചില്ലേ? നല്ല ഫലമുള്ള ആളുകളല്ലേ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ മക്കളെ വിശ്വസിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിട്ടു. 16-ാമത്തെ വയസ്സില് ബാപ്പ ഏറ്റവും സ്നേഹിക്കുന്ന, ബാപ്പയുടെ കണ്ണിന്റെ കുളിരായ, എപ്പോഴും സന്തോഷം നൽകുന്ന മകനെ അടർത്തിയെടുത്തു കൊണ്ടുപോയി. ചെന്നായ ഭക്ഷിച്ചു എന്ന് ബാപ്പയോട് വന്ന് കള്ളം പറഞ്ഞ മക്കളെ ബാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? ഇല്ലേ, ഇല്ല. ആക്ഷേപത്തിന്റെ പ്രാർത്ഥന നടത്തിയോ? ഒരിക്കലുമില്ല. പകരം അവരോട് പറഞ്ഞത്, ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങളെ മനസ്സ് തോന്നിയ കാര്യം നിങ്ങൾ ചെയ്തു, ഞാൻ എന്തു പറയാനാണ്? ഫസബ്റുൻ ജമീൽ, ഞാൻ ക്ഷമിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ അല്ലാഹുവോട് സഹായം തേടുകയാണ്. പിന്നെയും ആ മക്കളെ വിശ്വാസത്തിലെടുത്ത് ബാപ്പ അവിടെ തന്നെ വളർത്തിയില്ലേ സഹോദരങ്ങളെ? സ്വന്തം മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്വന്തം ചേട്ടന്മാര് പൊക്കിയെടുത്തു കൊണ്ടുപോയി ബാപ്പയുടെ കണ്ണിൽ നിന്ന് മറച്ച ശേഷം എല്ലാ ദിവസവും യാക്കൂബ് നബിക്ക് വിഷമമുണ്ട്, കണ്ണീരുണ്ട്. അതോർത്ത് കരഞ്ഞ് കരഞ്ഞ് ഹത്തബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കലീം.
രണ്ട് കണ്ണിന്റെയും കൃഷ്ണമണി വെളുത്തുപോയി. വല്ലാതെ മാനസികമായി വിഷമം അനുഭവിച്ചു. അപ്പോഴും ഈ മക്കളോട് പരാതിയോ അവരോട് പ്രശ്നമോ ഇല്ല. ആ മക്കളെ പറഞ്ഞേച്ചില്ലേ, മിസ്രിൽ പോയി നിങ്ങൾ റേഷൻ വാങ്ങിക്കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളൊക്കെ ഒരു ബാപ്പാന്റെ മക്കളാണെങ്കിലും ഒരു ഉമ്മാന്റെ മക്കളാണെങ്കിലും എല്ലാവരും ഒരുപോലെ സ്വഭാവത്തിലായിരിക്കൂല. ആണോ? ആയിരിക്കൂല. എല്ലാരും ഒരു ബാപ്പയും ഉമ്മയും തന്നെ ജന്മമെടുത്തെങ്കിലും സ്വഭാവങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് നേടണം. എന്താ എന്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ, എന്റെ വാപ്പാക്കന്നെ ജനിച്ചല്ലോ, എന്റെ ഉമ്മാക്കന്നെ ജനിച്ചല്ലേ, ചോദിച്ചിട്ട് കാര്യമില്ല. ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചില സ്വഭാവങ്ങളില്. അത് സഹിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അത് പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത്. പരിഹരിക്കാൻ പറ്റുന്ന മാർഗങ്ങളിലൂടെ മാത്രം അത് പരിഹരിക്കണം. വിഷമുണ്ടാക്കരുത്. നിങ്ങൾ നോക്ക്, അതും ഇതും ഒരു വാപ്പക്ക് ജനിച്ച മക്കൾ തന്നെയല്ലേ. യാക്കൂബ് നബി അലൈഹി സ്വലാം അല്ലാഹു തആലാന്റെ നബിയല്ലേ. ആ 10 മക്കൾ സഹോദരങ്ങൾ 10-20 വർഷത്തിന് ശേഷമാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ഭരണരംഗത്തിരിക്കുന്ന കൊട്ടാരത്തിലേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി ചെല്ലുന്നത്. ഒന്നൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. നമ്മളെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും നമ്മളെ തെറ്റിച്ചിട്ട് നമ്മളെ ശ്രീലങ്കയിലോ ഓസ്ട്രേലിയയിലോ ഒരാൾ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ജ്യേഷ്ഠനെ കണ്ടാൽ അനുജനെ കണ്ടാൽ ആദ്യം എന്താ മനസ്സിലേക്ക് വരിക? ഒരു രാത്രി പോലും അവനെ ബാക്കി വെക്കരുത്, കൊന്നു കളയണവനെ. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിക്കുന്ന മാതൃക, ആ 10 ആള് റേഷന് വേണ്ടി വന്നപ്പോ 16ാമത്തെ വയസ്സിലാ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയത്. 70 കൊല്ലം കഴിഞ്ഞിട്ട് അവർ കൊട്ടാരത്തിലേക്ക് വരുന്നത്. യൂസുഫ് നബിനൊന്നും അവർക്ക് മനസ്സിലായില്ല. പക്ഷേ കണ്ട മാത്രം യൂസുഫ് നബിന് മനസ്സിലായി, എന്റെ ജ്യേഷ്ഠന്മാരാണ് വന്നത്. തൊഴിലാളികളോട് പറഞ്ഞു, അവരിൽ നിന്ന് കാശ് സ്വീകരിച്ച് അവരെ സഞ്ചിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. സൗജന്യ റേഷൻ. എന്താണ് ആ സ്നേഹം? ജയിലൊക്കെ അപ്പുറത്തുണ്ട്, കൊട്ടാരത്തിന്റെ നേരെ അപ്പുറത്ത് ജയിലുണ്ട്. 35 കൊല്ലം യൂസുഫ് നബി അലൈഹി സ്വലാം താമസിച്ച ജയിലുണ്ട് അവിടെ. ആ ജയിലിൽ പോകാനും ഈ കൊട്ടാരത്തിൽ നേരത്തെ വന്ന് താമസിക്കാനും കിണറ്റിൽ കടക്കാനും അടിമച്ചന്തയിൽ പോയി ജീവിക്കാനും ഒക്കെ കാരണമാരാ ഈ വന്ന 10 സഹോദരങ്ങളാണ്. തൊഴിലാളികളോട് പറഞ്ഞു, അവരിൽ നിന്ന് വാങ്ങുന്ന ദിർഹമും ദീനാറൊക്കെ അവരെ സഞ്ചിയിൽ എന്നിട്ട് കൊടുക്കണം. വീട്ടിൽ പോയിട്ട് അവരാ സഞ്ചി തുറന്നു നോക്കുമ്പോ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ, രാജാവ് നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് രാജാവ്. എന്തേന്ന് ചോദിച്ചു. നമുക്ക് പിന്നെ ഗോതമ്പും തന്നു, ഭക്ഷണവും തന്നു, അതിന്റെ പുറമെ നമ്മൾ കൊണ്ടുപോയ വാങ്ങാൻ വേണ്ടി കൊണ്ടുപോയ ചരക്ക് വില അത് നമ്മളെ സഞ്ചിയിൽ തന്നെ പാക്കറ്റിൽ തന്നെ മടക്കി തന്നിട്ടുണ്ട്. നല്ല രാജാവാണ്. ഒരു സ്നേഹബന്ധം നോക്ക് നിങ്ങൾ, എത്രയാണ് ആ രക്തബന്ധത്തിന്റെ വില. സുബ്ഹാനല്ലാഹ്. എന്റെ വാപ്പാക്കും എന്റെ സഹോദരങ്ങൾക്കും അവിടെ ഭക്ഷണം ഇല്ലാതെയാണ് അവർ വന്നത്. അവരെ റേഷന്റെ കാശ് സ്വന്തം പേരിൽ സ്വന്തം ചെലവിലാണ് എഴുതി കൊടുക്കുന്നത്. എന്താണ് അതിന്റെ സ്നേഹം നോക്ക് നിങ്ങൾ. അതല്ലേ യഥാർത്ഥ സ്നേഹം. വിട്ടുവീഴ്ച ചെയ്യാനുള്ള ആ മനസ്സിന്റെ ഒരു വലുപ്പം നോക്ക് സഹോദരങ്ങളെ. അവര് വന്ന് നിന്നപ്പോഴേക്ക് മനസ്സിലുദിച്ചതല്ലേ. രണ്ടാമതും അവര് വന്നു. രണ്ടാമതവർ വന്നപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിച്ചു, അല്ല നിങ്ങൾ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ? അപ്പൊ അവര് പറഞ്ഞു, അല്ല, ഞങ്ങളെ വാപ്പക്ക് വേറെ 2 മക്കളുണ്ട്. ഞങ്ങളെ ഉമ്മയിൽ നിന്നല്ല, വേറെ ഉമ്മയിൽ നിന്ന് 2 മക്കളുണ്ട്. അതിൽ ഒരാളെ ചെറുപ്പത്തിൽ തന്നെ കാണാതായി പോയി. ആരോടെ പറയുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാമിനോട്. ഒരാളെ കാണാതായി പോയി, ഒരാള് വീട്ടിലുണ്ട്. ഇനി അടുത്ത വരവിന് വരുമ്പോ അദ്ദേഹത്തെയും കൂടി കൊണ്ടുവരണം, എന്നാലേ റേഷൻ തരുള്ളൂ. 11 ആൾക്ക് റേഷൻ കിട്ടുമല്ലോ. ആ ശരി, ഞങ്ങൾ വാപ്പാനോട് പറഞ്ഞു നോക്കാം. അവിടെ എത്തിയിട്ട് ഇവര് പറഞ്ഞു, പടച്ചോനായ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ, മുനിയ മിന്നൽ കൈൽ ഫാർസിൽ മാന അഖാനാ നക്തൽ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞങ്ങൾക്ക് ഇനി അവിടുന്ന് ഭക്ഷണം കിട്ടൂല, ധാന്യം ലഭിക്കൂല, ഗോതമ്പ് ലഭിക്കൂല. കാരണം സഹോദരനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് രാജാവ്, അല്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സൂക്ഷിച്ചോളാം. ബാപ്പ പറഞ്ഞു, മക്കളെ, നേരത്തെ തന്നെ ഒരാൾ നിങ്ങളെ കയ്യിൽ തന്നിട്ട് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ശരി, ഞങ്ങളെ വിശ്വാസക്കേടൊന്നും എനിക്കില്ല. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ.
നിങ്ങളെല്ലാരും എന്നോട് കൈ തന്നിട്ട് എന്നോട് കരാർ ചെയ്യണം, മകനെ നമ്മൾ തിരിച്ചുകൊണ്ടുവരും. എന്തെങ്കിലും ആപത്തോ മുസീബത്തോ പറ്റിയാലല്ലാതെ മോനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഈ മോനെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അനുജനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരും എന്ന് എല്ലാവരും വാക്ക് തരണം. അവരോടൊക്കെ വാപ്പ കൈയെടുത്ത് കരാർ സ്വീകരിച്ചു. ആ ഉപ്പയുടെ ഒരു സ്നേഹം നോക്ക് ഉപ്പമാരെ, ഉമ്മമാരെ. ഇതൊക്കെ ചെയ്ത മക്കള് 11 ആള് പോകുമ്പോഴും ബാപ്പ പറഞ്ഞു, രണ്ടാമത് പോകുമ്പോ യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. മക്കളെ, നിങ്ങൾ എല്ലാരും കൂടി ഒരു ഗേറ്റിലൂടെ കൊട്ടാരത്തിലേക്ക് കടക്കരുത്. അപ്പൊ കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങളെ മുഖച്ഛായ നോക്കിയിട്ട് പറയും, ഇതൊക്കെ ഒരു പൊരേന്നാണല്ലേ, ഇത്രയും റേഷൻ ഒരു പൊരേക്കോ? കണ്ണേറ് പറ്റിപ്പോകും. നോക്കി മക്കളുള്ള സ്നേഹം. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. വിവിധ ഗേറ്റിലൂടെ വേണം നിങ്ങൾ കൊട്ടാരത്തിലേക്ക് കടക്കാൻ. അവര് പോയിട്ട് എന്തെങ്കിലും ആകട്ടെ എന്നല്ല ചിന്ത, അവര് തൊലയട്ടെ എന്നല്ല, അവര് എന്തായാലും കുഴപ്പമില്ല എന്നല്ല, അവരെന്റെ മക്കളാണ്, എന്റെ കൂടെ ജീവിക്കുന്നവരാണ്. അപാകതകളൊക്കെ സംഭവിച്ചു, അവര് ചെറുപ്പക്കാരല്ലേ, സാരമില്ല. അങ്ങനെ സഹോദരനെയും കൂട്ടി അവിടെ ചെന്നു. സഹോദരനെ മാത്രം അടുത്തേക്ക് വിളിച്ചിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നീ അന അഖൂക്ക്, ഞാൻ നിന്റെ സഹോദരൻ യൂസുഫാണ്. ചെറുപ്പത്തിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയത്, പേടിക്കണ്ട കേട്ടോ. നിന്നെ ഇവിടെ നിർത്താനുള്ള ചില സംഗതികളൊക്കെ ഞാൻ ചെയ്യും, ചില കൗശലങ്ങളൊക്കെ ഞാൻ പ്രയോഗിക്കും. അതിൽ വിഷമമൊന്നും കരുതരുത്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇവിടെ നിൽക്കണം. പിന്നീട് അവരൊക്കെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്, ബിന്യാമീൻ അവിടെ തന്നെ നിർത്തി. ബാക്കിയുള്ള സഹോദരങ്ങൾ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ, അവര് ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ അബാനാ ഇന്നബ്നക സറഖ, നിങ്ങളെ മോൻ മോഷണം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ തന്നെ രാജാവ് പിടിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങളെ കൂടെ വിട്ടിട്ടില്ല. എന്റെ ഒന്നാമത്തെ മകനെയും ഇവര് കൊണ്ടുപോയി കളഞ്ഞു, രണ്ടാമത്തെ മകനെയും ഇവര് കൊണ്ടുപോയി കളഞ്ഞു. ബാപ്പാന്റെ ശൈലി മാറിയോ? അവരെ ആക്ഷേപിച്ചോ? അവരെ കുറ്റം പറഞ്ഞോ? നിങ്ങൾ വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞോ? പിന്നെയും ബാപ്പ അവരോട് പറയുന്നത്, യാ ബനിയ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിൻ റൂഹില്ലാഹ്. എന്റെ മക്കളെ, യൂസുഫിനെയും സഹോദരനെയും നിങ്ങൾ പോയി അന്വേഷിക്കണം. അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടരുത്. നിങ്ങൾ അന്വേഷിക്കുമ്പോ എവിടെയെങ്കിലും കിട്ടിപ്പോകും. മൂന്നാമതായ ഒരു റേഷന് വന്നു. പക്ഷേ മൂന്നാമത് റേഷന് കൊണ്ടുവന്ന കാശ് വളരെ അധികം ആരും സ്വീകരിക്കാത്ത രൂപത്തില്, വളരെ അധികം താഴ്ന്ന രീതിയിലുള്ള കാശാണ്. അതേ ചരക്കാണ്, ദിർഹമാണ്, ദീനാറാണ് കൊണ്ടുവന്നത്. അതവിടെ കൊണ്ടുവന്നിട്ട് അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഞങ്ങൾ റേഷൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾക്ക് നിങ്ങൾ റേഷൻ തരണം. ഞങ്ങൾ കൊണ്ടുവന്ന ചരക്ക്, കൊണ്ടുവന്ന സമ്പത്ത് വളരെയധികം താഴ്ന്നതാണ്, പെട്ടെന്നാരും സ്വീകരിക്കാത്തതാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം അവരെ അടുത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. വിവരം കുറഞ്ഞൊരു കാലത്ത് യൂസുഫിനെയും യൂസുഫിന്റെ സഹോദരനെയും ചെയ്തത് ഓർമ്മയുണ്ടോ? അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഇന്നകല അന്ത യൂസുഫ്, നിങ്ങളാണോ ആ യൂസുഫ്? അതെ, ഞാനാണ് ആ യൂസുഫ്. വഹാദാ അഖീ, ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ്. ഖദ് മന്നല്ലാഹു അലൈനാ, അല്ലാഹു ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്തു. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. തഖ്വ ചെയ്ത് സബ്റോടെ ജീവിച്ചാൽ കൊടുക്കേണ്ടത് അല്ലാഹു തആല കൊടുക്കും. അതുകൊണ്ട് എനിക്കും എന്റെ സഹോദരനും അല്ലാഹു ഗുണം ചെയ്തു. ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ ഒരു രീതിയില് അവര് പറഞ്ഞു, ഇൻ തല്ലാഹി ലഖദ് അസ്റകല്ലാഹു അലൈനാ വ ഇൻ കുന്നാ ലഖാതീൻ. അല്ലാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനം നൽകിയല്ലോ. ഞങ്ങൾ ഇപ്പോഴും നാട്ടില് വാപ്പാന്റെ കൂടെയാണ്. നിങ്ങൾ കൊട്ടാരത്തിലെത്തി, അധികാരത്തിലെത്തി. എത്ര അബദ്ധമാണ് ഞങ്ങൾ ചെയ്തത്. വിവരമില്ലാത്ത കാലത്ത് നിങ്ങളെ വാപ്പയിൽ നിന്ന് അടർത്തിയെടുത്തു, കെട്ടിവലിച്ച് നിങ്ങളെ ശരീരം മുഴുവനും ഭദ്രമാക്കി കിണറ്റിലേക്ക് നിങ്ങളെ വലിച്ചെറിഞ്ഞു. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാള് കല്ലെടുത്ത് നിങ്ങളെ ശബ്ദം കേട്ടിട്ട് കിണറ്റിൽ കൊണ്ടുവരാൻ നോക്കിയപ്പോ മുതിർന്ന സഹോദരൻ യഹൂദ പറഞ്ഞു, അത് വേണ്ട,
സഹോദരനെ കൊല്ലേണ്ട, ആരെങ്കിലും പെറുക്കിക്കൊണ്ടുപോയിക്കൊള്ളും, അവിടെ നിന്നോട്ടെ. നിങ്ങളെ അഭ്യർത്ഥന കേൾക്കാതെ, നിങ്ങൾ വിളിക്കുന്നതിനെ അനുസരിക്കാതെ, നിങ്ങളെ വിളിയാളം കേൾക്കാതെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയി. ബാപ്പയോട് കള്ളം പറഞ്ഞു, ഇതുവരെ പലതും പറഞ്ഞു, ഒരുപാട് അബദ്ധങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി. ഒരു വർഷത്തെ അബദ്ധമല്ല, 70 ചില്ലാനം വർഷത്തെ അബദ്ധമാണ്. അത്രയും വർഷം തന്നെ ബാപ്പയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് വിവിധ ഘട്ടങ്ങളിലൂടെ ജീവിതം വഴിമാറി വന്നിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രതികരണം ലാ തസ്രീബ അലൈക്കുമുല്ലൗം. രക്തബന്ധത്തിന് വില മനസ്സിലാക്കിയ സഹോദരാ, സഹോദരി, നിന്റെ സ്വന്തക്കാരൻ എന്ത് ചെയ്താലും, നിന്റെ സ്വന്തം കുടുംബക്കാരൻ എന്ത് ചെയ്താലും നീ അവരോട് കാണിക്കേണ്ട ഏറ്റവും സ്നേഹമസൃണമായ സ്വഭാവം വിട്ടുവീഴ്ച മനോഭാവമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് കണ്ടില്ലേ? ലാ തസ്രീബ അലൈക്കുമുല്ലൗം, നിങ്ങളോട് എനിക്ക് പ്രതികാരമൊന്നുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരട്ടെ, അവൻ അർഹമുർ റാഹിമീനാണ്, കൂടുതൽ കാരുണ്യം ചെയ്യുന്നവനാണ്. എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ആ 10 ആളോടും പിന്നെ ചോദിക്കാണ്, ബാപ്പാന്റെ ഹാലെന്താണ്? നിങ്ങളെ മക്കളൊക്കെ എത്ര ഉണ്ടായിട്ട് നിങ്ങൾക്ക്? വരെ മക്കളൊക്കെ ജനിക്കുന്നതിന്റെ കുറച്ച് സമയം മുമ്പല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാം പോകുന്നത്? കുടുംബക്കാരൊക്കെ എങ്ങനെയുണ്ട്? ബാപ്പാനെ പറ്റി അവർ പറഞ്ഞു, ബാപ്പാക്ക് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാം കുപ്പായം അയച്ചു കൊടുത്തു, നിങ്ങളിത് കൊണ്ടുപോയി ബാപ്പാന്റെ മുഖത്തിടണം, ബാപ്പാക്ക് കാഴ്ച നല്ലോണം കിട്ടും. ശേഷം നിങ്ങളെ കുടുംബാംഗങ്ങളെ മൊത്തം കൂട്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് വരണം, നമുക്കിനി ഇവിടെ താമസിക്കാം, ഇവിടെ താമസിക്കാം നമുക്ക്. അവരെ പറഞ്ഞേക്കുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് ഈ മക്കൾ ചെല്ലുമ്പോ, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് ഈ മക്കൾ ചെല്ലുന്ന സമയത്ത് അവര് പറഞ്ഞു, ബാപ്പാ, ഞങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങളാണ് സംഭവിച്ചത്, തെറ്റാ ഞങ്ങളിൽ നിന്ന് പറ്റിയതൊക്കെ. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഞങ്ങൾ കണ്ടു, കൊട്ടാരത്തിലുണ്ട്, കുപ്പായം കൊണ്ടുവന്നിട്ട് കാഴ്ചയൊക്കെ നല്ലോണം തിരിച്ചു കിട്ടിയിട്ട് മക്കൾ വന്ന് മാപ്പ് പറഞ്ഞു. ബാപ്പമാരോട് പറയട്ടെ, മക്കൾ ചെയ്ത കുറ്റത്തിന് മാപ്പ് പറയുമ്പോ നമ്മൾ ഇങ്ങനെ ഉണ്ട് ഒരു നൃത്തം. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മാപ്പ് തരാനായിട്ടില്ല, ഞാനും ചിന്തിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ലല്ല, ഒറ്റടിക്ക് മാപ്പ് കൊടുക്കണം. ആ ബാപ്പ പറഞ്ഞോ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരൂല? യാ അബാന ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. ബാപ്പ, ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയി, ഞങ്ങൾക്ക് മാപ്പ് തരണം, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. യാക്കൂബ് നബി അലൈഹി സ്വലാം എന്ത് പറഞ്ഞു മക്കളോട്? സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബീ, എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, എന്റെ റബ്ബ് കൂടുതൽ പൊറുക്കുന്നവനും കൂടുതൽ കരുണ ചെയ്യുന്നവനുമാണ്. ഇത്രയും കാലം തനിക്ക് വേണ്ടി ഓരോന്നും ചെയ്തു വെച്ച മക്കള്, തന്റെ മകനെ അടർത്തിയെടുത്ത് കൊണ്ടുപോയ മക്കള്, ആ മകനെ കണ്ടു എന്നുള്ള സന്തോഷം വന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ എനിക്ക് എന്റെ കൂടെ വേണ്ട, ഞാൻ ആ മകന്റെ അടുത്തേക്ക് പോകാണ് എന്നല്ല പറഞ്ഞത്, ഇവരും കൂടി നന്നാകണമെന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദ്വാരക്കും. സഹോദരങ്ങളെ, അന്നൊരു വെള്ളിയാഴ്ചയുടെ തലേ ദിവസമാണ് വ്യാഴാഴ്ച. അന്നത്തെ രാത്രി അതായത്തിന്റെ നേരത്ത് എഴുന്നേറ്റ് യാക്കൂബ് നബി അലൈഹി സ്വലാം 10 മക്കളെയും വിളിച്ച് അള്ളാഹുവിനോട് മരമുരുകി ദുആ ചെയ്തു പോയി. എന്റെ മക്കൾക്ക് മാപ്പാക്കണേ അല്ലാ, അവരെ നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, അവരുടെ നല്ല ജീവിതം കാണാൻ എനിക്ക് ഭാഗ്യം തരണേ അല്ലാ. ആ മക്കൾക്ക് മാപ്പ് കൊടുത്ത് അള്ളാഹിനോട് മാപ്പ് ചോദിച്ച് വാങ്ങി പിറ്റേ ദിവസം ബാപ്പാനെയും കുടുംബത്തെയും കൂട്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോ അവരൊന്നും രണ്ടും ആളുകളല്ല, 70ഓളം ആളുകളുണ്ട്. ആ കുടുംബാംഗങ്ങളെ മൊത്തം യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിലേക്ക് വരവേറ്റ് അവിടെ സ്വീകരിച്ചു. പിന്നെ അവിടെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമും കുടുംബവും താമസിക്കുന്നത്. 25 കൊല്ലം പിന്നെയും യാക്കൂബ് നബി അലൈഹിസ്സലാം ജീവിച്ചിട്ടുണ്ട്. സഹോദരൻ മാപ്പ് നൽകിയ, ബാപ്പ മാപ്പ് നൽകി. ഈ 10 മക്കളില്ലേ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജേട്ടന്മാരില്ലേ, അവര് സ്വാലിഹീങ്ങളായി തീർന്നു, ഔലിയാക്കളിൽ പെട്ടവരായി മാറി.
എന്തേ കാരണം? അത് മുറിഞ്ഞ ബന്ധങ്ങളൊക്കെ നല്ല നിലക്ക് ചേർത്തപ്പോ അള്ളാഹു നൽകിയ സ്ഥാനമാണ്. വിട്ടുവീഴ്ച മനോഭാവം വേണം. ദുസ്വഭാവങ്ങൾ കണ്ടേക്കാം, നല്ല സ്വഭാവം കൊണ്ട് നന്നാക്കണം. ദുഷിച്ച പ്രതികരണം കണ്ടേക്കാം, നല്ല പ്രതികരണം കൊണ്ട് അവരെ മനസ്ഥിതി നന്നാക്കണം. സാമ്പത്തികമായി നിസ്സഹകരണം ഉണ്ടായേക്കാം, നല്ല സഹകരണം കൊണ്ട് അവരെയും അടുപ്പിക്കണം. കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കണം. നല്ല ബന്ധങ്ങളിലൂടെ ആഖിറത്തിലെത്തിയിട്ടതിന്റെ വിജയം കൊയ്യാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബന്ധങ്ങൾ നിലനിർത്തി ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബന്ധങ്ങൾക്ക് വലിയ വില നൽകണം, കുടുംബങ്ങൾക്ക് വലിയ വില നൽകണം. കുടുംബം എന്ന നിലക്ക് വലിയ വിട്ടുവീഴ്ച കൊടുക്കണം. എന്റെ സ്വന്തം സഹോദരനല്ലേ, സാരല്ല, അവനല്ലേ പറഞ്ഞ് അത് മാപ്പ് കൊടുക്കുക. സ്വന്തം പെങ്ങളല്ലേ, ബാപ്പല്ലേ പറഞ്ഞ് പ്രശ്നമാക്കണ്ട, ഉമ്മല്ലേ പറഞ്ഞത്. ബാപ്പ അങ്ങനെ പറയാൻ പാടില്ല, ഉമ്മ അങ്ങനെ പറയാൻ പാടില്ല വെക്കണം. വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. നന്നാകാൻ വേണ്ടി മക്കൾ തോർക്കുക, മക്കൾ നന്നാകാൻ വേണ്ടി ബാപ്പയും ഉമ്മയും തോർക്കുക. പേരക്കുട്ടികളൊക്കെ ആ വഴിയിൽ വളർത്തുക. നല്ല ബന്ധങ്ങളും സ്വഭാവങ്ങളും ചേർത്തിട്ട് കുടുംബ ബന്ധം നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഈ നാടിന് മൊത്തം അത് റഹ്മത്താണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നല്ല ബന്ധത്തോടെ അല്ലാഹു തആല നിലനിർത്തി തെരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളെ ഇരുത്തം കണ്ടപ്പോൾ കുറച്ച് ദീർഘിച്ച് സംസാരിച്ചാണ്, കുറച്ചു നേരം സംസാരിക്കാനേ കരുതിയിട്ടുള്ളൂ. ചെറിയൊരു ക്ഷീണം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചതുകൊണ്ട് എങ്ങനെ പരിപാടി മുടക്കാന്ന് കരുതി വന്നതാണ്. ഒന്നുമില്ല, ചെറിയൊരു ശാരീരിക ക്ഷീണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാര്, ഇൽമിന്റെ വഴിയിൽ നമ്മെ സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും അള്ളാഹു തആല ബറക്കത്തും ഖൈറും ഏറ്റി നൽകുമാറാകട്ടെ. നമ്മുടെ ദർസിലും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ദർസിലും മറ്റു സംരംഭങ്ങളിലും എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ബറക്കത്ത് ഏറ്റി നൽകുമാറാകട്ടെ. ഈ മഖ്ബറയുടെ ഉറൂസിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തിയ ആളുകൾ, ദുആ കൊണ്ട് നമ്മെ അറിയിച്ചവർ, സംഭാവന നൽകിയവർ, മജ്ലിസിൽ ഇരുന്ന് പ്രത്യേകം സഹകരിച്ച സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവർക്കും അല്ലാഹു ഖൈർ വർദ്ധിപ്പിക്കുമാറാകട്ടെ. നല്ല കുടുംബ ബന്ധങ്ങൾ ചേർത്തി ആ കുടുംബങ്ങളുടെ സുഖം ദുനിയാവിലും ആഖിറത്തിലും നാളെ മഹ്ശറിലും എല്ലാ ലോകത്തും അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതെങ്കിലും തരത്തിൽ ശിഥിലമായി കിടക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ഊട്ടി ഉറപ്പിക്കാനുള്ള നല്ല ഇൽമും തഖ്വയും മനസ്സും ഇഖ്ലാസും നമുക്കെല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു ഏറ്റി തരുമാറാകട്ടെ.